നമ്മൾ ഇന്ന് മൈക്രോ ഇക്കണോമിക്സ് ആദ്യത്തെ മോഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു ഇൻട്രഡക്ടറി ക്ലാസ് ആയിരിക്കും. മൈക്രോ എന്താണ്, ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഭൂരിഭാഗം പേരും സ്റ്റാറ്റിസ്റ്റിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്നാണ്. ഇക്കണോമിക്സ് പഠിച്ച ആരെങ്കിലും ഉണ്ടോ? ബാച്ചിലേഴ്സിലോ മാസ്റ്റേഴ്സിലോ ഇക്കണോമിക്സ്? ഓക്കെ. അമൃത മാത്രമേ ആര്യ രണ്ടുപേരുണ്ടെന്നോ? ഓക്കെ. എങ്കിലും ഭൂരിഭാഗം ആളുകളും നോൺ ഇക്കണോമിക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണെന്ന് തോന്നുന്നു. അപ്പോൾ ജനറൽ ആയിട്ട് ഇക്കണോമിക്സ് പഠിച്ചവരൊന്ന് ക്ഷമിക്കുക. നിങ്ങൾക്കും അറിയാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും ഹോപ്പ്ഫുള്ളി. പക്ഷേ ബാക്കിയുള്ളവർക്കും എക്കണോമിക്സ് മാസ്റ്റേഴ്സിന് പഠിച്ചിട്ടില്ലാത്തവർക്കും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ജനറൽ ഇൻട്രഡക്ടറി ക്ലാസ്സും അതോടൊപ്പം തന്നെ ഫസ്റ്റ് മോഡ്യൂളിലെ ഒരു 3-4 ടോപ്പിക്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. മെയിൻലി യൂട്ടിലിറ്റി തിയറിയിലേക്ക് ഒരു ബ്രിഡ്ജ് പോലത്തെ ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ലെക്ചർ. സോ ഹായ് എവ്രിവൺ, വെൽക്കം ടു യുവർ കോഴ്സ് ഇൻ ഇക്കണോമിക്സ്. ഇന്നത്തെ ലെക്ചർ 1 മൈക്രോന്റെ ഇൻട്രഡക്ഷൻ ആയിരിക്കും. ആൻഡ് ടുഡേ വി വിൽ ബി ലുക്കിംഗ് ഇൻ ടു ആൻ ഇൻട്രഡക്ഷൻ ടു കൺസ്യൂമർ തിയറി. എന്താണ് കൺസ്യൂമർ തിയറി, എന്താണ് മൈക്രോ ഇക്കണോമിക്സ്, അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണ്. പിന്നീട് നമ്മൾ അടുത്ത മോഡ്യൂളിലെ മാക്രോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേ ഉള്ള ഒരു പ്രൈമറാണ് മൈക്രോ. മൈക്രോ മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് എന്താണ് മാക്രോ ഇക്കണോമിക്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൻഡ് മൈക്രോ മാക്രോയുടെ ലെൻസിൽ നിന്നാണ് പിന്നീട് മൊത്തം ഇക്കണോമിക്സ്. നിങ്ങൾക്ക് ഇന്ത്യൻ ഇക്കോണമിനെ കുറിച്ച് പഠിക്കണമെങ്കിലൊക്കെ അതിന്റെ ഇപ്പൊ ഡെവലപ്മെന്റ് ഇക്കണോമിക്സ് അതിന്റെയൊക്കെ ബേസ് കിടക്കുന്നത് മാക്രോയിലാണ്. ആൻഡ് മാക്രോ പഠിക്കണമെങ്കിൽ മൈക്രോ അറിഞ്ഞിരിക്കണം. സിലബസ് ഓൾറെഡി നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടിയെന്നാണ് എന്റെ വിശ്വാസം. മോഡ്യൂൾ 1 മൈക്രോ ഇക്കണോമിക്സ്, അതിനെ നമുക്ക് 3 ഭാഗമായിട്ട് തിരിക്കാൻ പറ്റും. സോ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, മാർക്കറ്റ് സ്ട്രക്ചർ ആൻഡ് ജനറൽ ഇക്വിലിബ്രിയം, പിന്നെ തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. തിയറി ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് കൂട്ടാം. അങ്ങനെ 3 മെയിൻ കോമ്പണൻസ് ആണ് മൈക്രോ എന്ന മോഡ്യൂളിന്റെ അകത്ത് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. എന്താണ് ഈ മൊത്തം മോഡ്യൂളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്, മൈക്രോ എക്കണോമിക്സിൽ നമ്മൾ ഇവിടെ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതിന്റെ ഒരു ജനറൽ ഇൻട്രഡക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരാം. സ്ലൈഡ് 1 മിനിറ്റ്, എക്സ്ക്യൂസ്. നിങ്ങൾക്ക് സ്പീഡ് ഫോളോ ചെയ്യാൻ പ്രശ്നമുണ്ടെങ്കിൽ പറയണം. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ സ്പീഡ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്തെങ്കിലും ചെയ്യും. ഞാൻ ഒരു മീഡിയം സ്പീഡിൽ പറയാം, കാരണം പുതിയതായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും, ഇത് പഠിച്ചവരൊക്കെ കൂട്ടത്തിൽ കാണും. അപ്പോൾ സ്പീഡ് കുറയ്ക്കുകയോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പോ എന്താണ് മൈക്രോ ഇക്കണോമിക്സിന്റെ മോഡ്യൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ബേസിക് ആയിട്ട് കവർ ചെയ്യാൻ നോക്കാം. ഓക്കെ. ഇക്കണോമിക്സ് നിങ്ങൾക്ക് പരിചയമുള്ള സബ്ജക്ട് തന്നെയായിരിക്കും. നിങ്ങൾക്ക് വൈറ്റ് ബോർഡ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ സ്ലൈഡ്സിൽ നിന്ന് മാറി ഇപ്പോൾ വൈറ്റ് ബോർഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. എക്കണോമിക്സ് നിങ്ങൾക്ക് അന്യമായിട്ടുള്ള വിഷയമല്ല. എല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിക്കുന്നതാണല്ലോ. ഈ ഇടയ്ക്ക് തന്നെയാണ് നമ്മൾ ബഡ്ജറ്റ് ഒക്കെ കണ്ടത്. അപ്പോൾ ചില വാക്കുകളൊക്കെ എല്ലാവർക്കും എല്ലാ ഹൗസ് ഹോൾഡ്സിലും പരിചിതമായിരിക്കും. GDP, ഗ്രോത്ത്, ഇതെല്ലാം ബഡ്ജറ്റ്, ടാക്സ്, ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. സോ ഈ GDP എന്നൊക്കെ പറയുന്നത് നാഷണൽ ലെവലിലെ മാക്രോ, നമ്മൾ സെക്കൻഡ് മോഡ്യൂൾ ആയിട്ടുള്ള മാക്രോ എക്കണോമിക്സ്. മാക്രോ എന്ന വാക്ക് ഗ്രീക്ക് വാക്ക്. മാക്രോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും പറയും മൈക്രോ എക്കണോമിക്സ് എന്താണെന്ന് അറിയാൻ വരാത്തവര് പണ്ട് ഉള്ളവര് മൈക്രോയും മാക്രോയും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്തോ മൈക്രോ ഉണ്ട്, മാക്രോ ഉണ്ട്. മാക്രോ വലുതാണ്, മൈക്രോ സ്മോൾ ആണ് എന്ന് മാത്രം അറിയാം. അപ്പൊ ലിറ്ററൽ മീനിങ് അത് തന്നെയാണ്. മാക്രോ എന്ന് പറഞ്ഞാൽ വലുത്. ഇക്കോണമീനെ മൊത്തത്തിൽ നമ്മൾ പഠിക്കുന്നതിനെയാണ് മാക്രോ എന്ന് പറയുന്നത്. മാക്രോ ഇക്കണോമിക്സിൽ ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് GDP. GDP എന്ന് പറഞ്ഞാൽ എന്താണ്? GDP ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ഇൻകം എന്ന് നമുക്ക് അതിനെ പറയാം. ഒരു രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥയെ നമ്മൾ ഓരോ വർഷവും എണ്ണി തിട്ടപ്പെടുത്തുന്നു. അതിനെയാണ് നമ്മൾ ആ രാജ്യത്തിന്റെ ആ വർഷത്തിന്റെ GDP എന്ന് പറയുന്നത്. സോ GDP ഒരു ടൈം വേരിയബിൾ ആണ്. ഓരോ വർഷവും രാജ്യത്തിന് ഓരോ GDP ലെവൽ ഉണ്ടായിരിക്കും.
ഇനി GDP ലെവലിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓരോ വർഷവും ഓരോ ഇക്കോണമിയിലും എത്രമാത്രം ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു മെഷറാണ് GDP. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിൽ എത്രയൊക്കെ ഡിഫറെന്റ് ടൈപ്സ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ഏറ്റവും ചെറിയ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ബിസ്ക്കറ്റ്സ് ഇപ്പൊ ഇതെന്ന് പറഞ്ഞ നമ്പർ ഓഫ് ബിസ്ക്കറ്റ്സ് ആണെന്ന് വിചാരിച്ചോ, അത് ഇൻറ്റു പ്രൈസ് ഓഫ് ബിസ്ക്കറ്റ്സ് പ്ലസ് കാർസ്, നമ്പർ ഓഫ് കാർസ് ആണിത്, ഇൻറ്റു ദി പ്രൈസ് ഓഫ് കാർ പ്ലസ് എക്സെട്ര അപ് ടു ഇതുപോലെ എത്രയാണ് തൗസൻഡ്സ് ഓഫ് ഗുഡ്സ് കാണും. ഇങ്ങനെ അതേപോലെ തന്നെ സർവീസസും. ഇതുപോലെ ഇക്കോണമിയിൽ ഒരു പർട്ടിക്കുലർ ഇയർ ടിയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എല്ലാ ഗുഡ്സിനെയും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈസ് വഴി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ വരുന്ന ടോട്ടൽ എമൗണ്ട്, അതിനെയാണ് നമ്മൾ GDP എന്ന് പറയുന്നത്. അപ്പോ ഇതെന്തിനെയാണ് കാണിക്കുന്നത്? ഇറ്റ് ഷോസ് ദി മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. രാജ്യത്തുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂവിനെയാണ് GDP കാണിക്കുന്നത്. സോ GDP എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തറിയണം? GDP എസ്റ്റിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സം ഓഫ് മണി വാല്യൂ ഓഫ് ഗുഡ്സ് അറിയണം. ഇനി മണി വാല്യൂ ഓഫ് ഗുഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഒന്ന് പ്രൈസ് ഓഫ് ഗുഡ് അറിയണം, അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് എ ഗുഡ് അറിയണം. അപ്പൊ നമ്മൾ മാക്രോ വേരിയബിൾ ആയിട്ടുള്ള GDP-നെ കുറിച്ച് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗുഡ്സിലേക്ക് ഇറങ്ങിച്ചെല്ലണം. രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഓരോ ഗുഡിന്റെയും അതിന്റെ പ്രൈസ് എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു, അത് ഇക്കോണമിയിൽ അത് എത്ര എമൗണ്ട് ഉണ്ട് എന്നുള്ളത് എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കണം. ഇത് മൈക്രോ കോൺസെപ്റ്റ്സ് ആണ്. കാരണം എന്താണ്? ഓരോ ഇൻഡിവിജ്വൽ ഗുഡും ഓരോ ഇൻഡിവിജ്വൽ ഫേംസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് കൺസ്യൂമേഴ്സ് കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, ഇതെങ്ങനെ കൺസ്യൂം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഇൻഡിവിജ്വൽ ലെവൽ അനാലിസിസ് ആണ്. അതാണ് മൈക്രോ കവർ ചെയ്യുന്നത്. GDP എന്ന് പറയുന്നത് മാക്രോ കോൺസെപ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്രോ ഇക്കണോമിക്സ് പഠിക്കുന്നതിന് മുന്നേ മൈക്രോ ബേസ് ഉണ്ടെങ്കിലേ നമുക്ക് പറ്റുള്ളൂ. ഞാൻ ഈ പറയുന്ന എക്സ്ട്രാ നോട്ട്സ് ഒക്കെ നിങ്ങൾ നോട്ട് ചെയ്തെടുത്തോ, സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുകയോ ചെയ്തോ. സ്ലൈഡ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം, പക്ഷേ ഇതൊക്കെ സ്ലൈഡ്സിൽ ഇല്ലാത്ത എക്സ്ട്രാ പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് സബ്ജക്ട് ക്ലാരിറ്റിക്ക് വേണ്ടി ഞാൻ പറയുന്ന ഇതാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള മൊത്തം മോഡ്യൂൾ പഠിക്കുന്നതിന് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? രണ്ട് കാര്യങ്ങൾ: എമൗണ്ട് ഓഫ് ദ ഗുഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ ഗുഡ്. ഇത് മൈക്രോ ഇക്കണോമിക്സിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ബാച്ചിലേഴ്സിലെങ്കിലും ഒരു ബേസിക് മൈക്രോ കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു ഗുഡിന്റെ, ഒരു ഇൻഡിവിജ്വൽ ഗുഡ്, സേ കാറിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ബെൻസ്, ഇന്ത്യയിൽ മൊത്തം എത്ര ബെൻസ് കാറുണ്ട്? ഇപ്പൊ നമ്മൾ ഈ മേളത്തെ ഇക്വേഷന്റെ അകത്ത് ഇവിടെ ഈ കാർ എന്ന് പറയുമ്പോൾ ഇവിടെ കാറിന്റെ അകത്ത് തന്നെ ബെൻസ് ഇൻറ്റു പ്രൈസ് ഓഫ് ബെൻസ് അങ്ങനെ വരും. അപ്പോൾ ഈ ബെൻസ്, നമ്പർ ഓഫ് ബെൻസ് എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്? മൈക്രോ ഇക്കണോമിക്സിൽ വളരെ ബേസിക് ലെവലിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അതാണ് എമൗണ്ടിനെ തീരുമാനിക്കുന്നത് എന്നുള്ളത്. അതിനെ വളരെ നീറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമാണ് ഗ്രാഫിക്കൽ അനാലിസിസ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ പിന്നീട് ഇപ്പൊ അത് വളരെ മാത്തമാറ്റിക്സ് അടിസ്ഥാനമുള്ള ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാം മാത്സ് വഴിയാണ് പ്രൂവ് ചെയ്യുന്നത്, മാത്സ് വഴിയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. പക്ഷെ ഒരു 19th 20th സെഞ്ചുറിന്റെ ഒക്കെ സമയത്ത് മാത്തമാറ്റിക്സിലേക്ക് ഇത്ര റിഗറസ് ആയിട്ട് കടക്കുന്നതിന് മുന്നേ ഗ്രാഫിക്കൽ അനാലിസിസിലൂടെയായിരുന്നു കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഈ എമൗണ്ട് ഓഫ് എ ഗുഡ് തീരുമാനിക്കുന്നതിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ മെത്തേഡാണിത്. ദിസ് ഇസ് ദ ഡിമാൻഡ് കർവ് ഫോർ ബെൻസ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ്. എന്തുകൊണ്ടാണ് ഇത് താഴത്തോട്ട് വരുന്നതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്വേർഡ് സ്ലോപ്പിംഗ് സപ്ലൈ കർവ് ഓഫ് ബെൻസ്. എക്സ് ആൻഡ് വൈ ആക്സിസ് എന്താണ്? ഇവിടെ എമൗണ്ട് ആണ്, എമൗണ്ട് ഡിമാൻഡഡ് ആൻഡ് എമൗണ്ട് സപ്ലൈ, ആൻഡ് ഇവിടെ പ്രൈസ് ആണ്. ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് ഒക്കെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത്, ജസ്റ്റ് ഇൻട്രഡക്ടറി കോൺസെപ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ഒന്നും ആകണ്ട. ഞാൻ ജസ്റ്റ് ഓവറോൾ ഒരു ഫ്രെയിം വർക്ക് പറയുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. സോ ബെൻസ് കമ്പനി മൊത്തം ഒരു 1000 കാറായിരിക്കും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക.
പക്ഷെ നമ്മുടെ GDP ഇക്വേഷനിലേക്ക് വരുന്നത് എന്താണ്? 1000 ആയിരിക്കില്ല. അത് ഇക്കോണമിയിൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന എമൗണ്ട് ആയിരിക്കും. ഈ 1000 കാറ് ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടെങ്കിലും 1000 വിറ്റ് പോകണമെന്ന് നിർബന്ധമില്ലല്ലോ. ചിലതൊക്കെ അവിടെ കമ്പനിയിൽ തന്നെ വിൽക്കാണ്ട് കിടക്കുന്ന ഇതുണ്ടായിരിക്കും. അത് ഡിമാൻഡാണ് തീരുമാനിക്കുന്നത്. 1000 പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാലും ഒരു ഇത്രയും എമൗണ്ട് എത്രയാണോ ഡിമാൻഡ് അതിനനുസരിച്ചുള്ളത് മാത്രമേ ആ പർട്ടിക്കുലർ ഏരിയയിൽ വിറ്റ് പോവുകയുള്ളൂ. സേ 500 1000 കാറുകൾ ഉണ്ടാക്കിയപ്പോൾ 500 മാത്രമേ വിട്ടുപോയുള്ളൂ. അപ്പോൾ ഈ 500നെയാണ് നമ്മളിവിടെ ആ ഇക്വേഷന്റെ അകത്ത് നമ്പർ ഓഫ് കാർസ് ആയിട്ട് എടുക്കുന്നത്. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈ രണ്ട് ഫാക്ടേഴ്സും കൂടി ചേർന്നിട്ടാണ് ഈ 500 എന്നുള്ള എമൗണ്ടിനെ തീരുമാനിക്കുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ മേളത്തെ ഇക്വേഷനിലേക്ക് ഒന്നുകൂടെ തിരിച്ചു പോവാം. GDP മാക്രോ കോൺസെപ്റ്റ്. അതിനെ തീരുമാനിക്കുന്നത് എന്താണ്? GDP-നെ നിർണ്ണയിക്കുന്നത് മണി വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ സം ആണ്. മണി വാല്യൂ ഓഫ് ഗുഡ് എന്നിവ ഡിപ്പെൻഡ് ചെയ്യുന്നു പ്രൈസ് ഓഫ് ദ ഗുഡ് ആൻഡ് എമൗണ്ട് ഓഫ് എ ഗുഡ്. ഈ രണ്ട് കാര്യങ്ങളിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ആൻഡ് അഗെയിൻ എമൗണ്ട് ഓഫ് എ ഗുഡ് അതെന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എമൗണ്ട് ഓഫ് എ ഗുഡ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഓഫ് എ ഗുഡ്. ഈ കാര്യമാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിന്റെ ആദ്യ 2 ഭാഗങ്ങളിൽ പഠിക്കാൻ പോകുന്നത് നിങ്ങളുടെ മോഡ്യൂളിൽ. ആദ്യത്തെ മോഡ്യൂൾ നിങ്ങൾ എടുത്താൽ നോക്കാം, കൺസ്യൂമർ തിയറിയാണ്. മൈക്രോന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ കൺസ്യൂമർ തിയറിനെ കുറിച്ച് പഠിക്കുന്നു. ബേസിക്കലി എങ്ങനെയാണ് ഡിമാൻഡ് ഫോർ എ ഗുഡ് നിർണ്ണയിക്കപ്പെടുന്നത്. ഡിമാൻഡ് ഫോർ എ ഗുഡ് നിർണ്ണയിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഒരു ഗ്രാഫ് കിട്ടും, ഡിമാൻഡ് കർവിന്റെ ഗ്രാഫ് കിട്ടും. ഇനി രണ്ടാമത് പ്രൊഡക്ഷൻ തിയറി. പ്രൊഡക്ഷൻ തിയറിയിൽ നമ്മൾ പഠിക്കുന്നു എങ്ങനെയാണ് സപ്ലൈ തീരുമാനിക്കപ്പെടുന്നത്. സപ്ലൈ അത് നമ്മൾ മാത്തമാറ്റിക്കലി മോഡൽ ചെയ്ത് എന്താണ് സപ്ലൈനെ തീരുമാനിക്കുന്ന ഫാക്ടേഴ്സ്, കോസ്റ്റ് വരും, അതുപോലെ തന്നെ അവരുടെ പ്രൊഡക്ഷൻ കൺസ്ട്രെയിൻസ്, ഇൻപുട്സ്, ഇതിനെക്കുറിച്ചൊക്കെ പഠിച്ചു കഴിയുമ്പോൾ എങ്ങനെ സപ്ലൈ തീരുമാനിക്കപ്പെടുന്നു എന്നുള്ളതിന്റെ ഐഡിയ കിട്ടും. അപ്പൊ നമ്മുടെ സപ്ലൈ കർവും കിട്ടി. ഡിമാൻഡും സപ്ലൈ കർവും കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്? എമൗണ്ട് ഓഫ് എ ഗുഡ് കിട്ടും. അതിന്റെ കൂടെ തന്നെ എന്താണ്? പ്രൈസും കിട്ടും. ഇതാണ് പ്രൈസ്, ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ 2 എമൗണ്ടും കൂടി കിട്ടിയാൽ എന്താ? നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ GDP എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാക്രോ വേരിയബിൾ കിട്ടും. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ മോഡ്യൂളിന്റെ സ്ട്രക്ചർ. നമ്മൾ മൈക്രോ ഡിമാൻഡ് കൺസ്യൂമർ തിയറി ആദ്യം പഠിക്കുന്നു. കൺസ്യൂമർ തിയറി എന്താണ്? ഒരു കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം എന്താണ്? യൂട്ടിലിറ്റി എന്താണെന്ന് പഠിക്കുന്നു. യൂട്ടിലിറ്റി ഫംഗ്ഷനിലേക്ക് കടക്കുന്നു. ഇൻഡിഫറൻസ് കർവ് പഠിക്കുന്നു. അതുവഴി പിന്നീട് നമ്മൾ ഡിമാൻഡിലേക്ക് കടക്കുന്നു. എന്നിട്ട് ഒരു പാർട്ട് നമ്മൾ കവർ ചെയ്തു. കാരണം ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് രണ്ടും പഠിക്കണല്ലോ. ബയർ ആണ് കൺസ്യൂമർ, ആ പാർട്ട് കവർ ചെയ്താൽ പിന്നീട് നമ്മൾ സപ്ലൈ സൈഡിലേക്ക് പോകുന്നു, പ്രൊഡക്ഷൻ ഫംഗ്ഷനെ കുറിച്ച് പഠിക്കുന്നു. ആൻഡ് ഈ 2 കൺസ്യൂമേഴ്സും കൂടി ബയേഴ്സും സെല്ലേഴ്സും ആയി കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് കൂടി പഠിക്കണം അല്ലേ? ഇവർ ഇന്ററാക്ട് ചെയ്യുന്ന മാർക്കറ്റ് ഉണ്ടായിരിക്കും. ബയറും സെല്ലറും മാത്രം ഉണ്ടായാൽ പോരല്ലോ. ചിലപ്പോൾ ആ മാർക്കറ്റ് ഒരു മൊണോപ്പൊളി ആയിരിക്കും. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഒറ്റ സെല്ലർ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഒറ്റ സെല്ലർ മാത്രമാണെങ്കിൽ നമ്മുടെ പ്രൈസിനെയും എമൗണ്ടിനെയൊക്കെ അത് എഫക്ട് ചെയ്യും. ചിലപ്പോൾ അതെന്താണ്? ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. ഒറ്റ സെല്ലർ ഉള്ള കേസും ഒരുപാട് സെല്ലേഴ്സ് ഉള്ള കേസും വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ മാർക്കറ്റ് മൂന്നാമത്തെ കോമ്പണന്റ് നമ്മുടെ മോഡ്യൂളിന്റെ അകത്തെ. ആദ്യമേ ബയേഴ്സിനെ കുറിച്ച് പഠിച്ചു, സപ്ലയേഴ്സിനെ കുറിച്ച് പഠിച്ചു, പിന്നീട് അവർ ഇന്ററാക്ട് ചെയ്യുന്ന സ്പേസ് ആയ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നീടാണ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ, ഇങ്ങനെ ഉൽപ്പാദിക്കപ്പെട്ട കൊമോഡിറ്റീസ് എങ്ങനെയാണ് ആളുകളുടെ ഇടയിൽ ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്. അപ്പൊ അവിടെ വെൽഫെയർ, ആളുകൾക്ക് അത് ഇക്വിറ്റബിൾ ആയിട്ടാണോ ഈക്വൽ ആയിട്ടാണോ ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നത്, ആളുകളുടെ വെൽഫെയർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടോ, സൊസൈറ്റൽ വെൽഫെയർ, ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്കൊരു ഓവറോൾ സബ്ജക്റ്റിന്റെ ഐഡിയ കിട്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് മാക്രോ, എന്താണ് മൈക്രോ എക്കണോമിക്സ് എന്ന് ബേസിക്സ് അറിയാത്തവർക്ക് നമ്മുടെ മോഡ്യൂളിലും മനസ്സിലാകുന്നതിന് ഈ ഒരു ഫ്രെയിം വർക്ക് മനസ്സിലാക്കിയിരുന്നാൽ നിങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കും. സോ ഇനി നമുക്ക് നേരിട്ട് നമ്മുടെ പോർഷനിലേക്ക് തന്നെ കിടക്കാം. ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യട്ടെ. ഡിമാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഡിമാൻഡിന്റെ അപ്രോച്ച് എങ്ങനെയായിരിക്കണം ഒരു കൺസ്യൂമറിന്റെ? ഉദാഹരണത്തിന് ഇപ്പോ നമ്മൾ ഓരോരുത്തർക്കും ഒരു ഒറ്റ ഗുഡ് മാത്രമല്ലോ നമുക്ക് കൺസ്യൂം ചെയ്യാനുള്ളത്. ഒരു നമ്പർ ഓഫ് ഗുഡ്സ് ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ കാറ്, ബൈക്ക് അതിന്റെയൊക്കെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ നമുക്ക് ഗുഡ്സിനെ സബ്സ്ക്രിപ്റ്റ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. എക്സിന്റെ X1 ഒരു ഗുഡ് ആണെന്ന് വിചാരിച്ചോ, X2 മറ്റൊരു ഗുഡ് ആണ്, എക്സെട്ര അപ് ടു XN. ഇങ്ങനെ ഒരു
ഗാലക്സി ഓഫ് ഗുഡ്സ് കൺസ്യൂമറുടെ മുന്നിൽ അവൈലബിൾ ആണ്. അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഡിമാൻഡ് ആണല്ലോ നമുക്ക് അറിയേണ്ടത്. ഒരു ഗുഡിന്റെ പർട്ടിക്കുലർ ഗുഡിന്റെ ഡിമാൻഡ് അറിയണമെന്നുണ്ടെങ്കിൽ അത് മറ്റു ഗുഡിലൊക്കെ ഡിപ്പെൻഡഡ് ആണ്. X1ന്റെ ഡിമാൻഡ് അറിയണമെങ്കിൽ നമ്മൾ X2വിനെ ബാക്കി ഗുഡ്സിൽ നിന്ന് അതിനെ ഐസൊലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. സോ ഫോർ ഡിറ്റർമിനിങ് ദ ഡിമാൻഡ് ഓഫ് ഗുഡ് X1 വി മസ്റ്റ് ഓൾസോ കൺസിഡർ ദി അതർ ഗുഡ്സ് ആസ് വെൽ. ഈ അതർ ഗുഡ്സ് ഇതുമായിട്ട് ചിലപ്പോൾ റിലേറ്റഡ് ആയിരിക്കാം. അതിനെ നമ്മൾ പിന്നീട് പഠിക്കും. ഡിമാൻഡ് പഠിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കാം, കോംപ്ലിമെന്റ് ആയിരിക്കാം, എക്സെട്ര. അങ്ങനെ പല ടൈപ്പ് ആയിരിക്കാം. ആൻഡ് അത് തമ്മിലുള്ള ബന്ധത്തിനെയാണ് നമ്മൾ ഇത് തമ്മിൽ എങ്ങനെയൊക്കെ ഒന്നിനേക്കാളും കൂടുതൽ കൺസ്യൂമറിന് ചിലപ്പോൾ ഇഷ്ടമായിരിക്കാം, ചിലപ്പോൾ കുറവ് ഇഷ്ടമായിരിക്കാം. ആ കൺസ്യൂമറിന്റെ ഇഷ്ടങ്ങളെയാണ് പ്രിഫറൻസസ് എന്ന് പറയുന്നത്. പ്രിഫറൻസസ് എന്ന് പറഞ്ഞാൽ ഈ പലവിധ ഗുഡ്സ് കൺസ്യൂമറിന്റെ അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്ന് അയാൾ എങ്ങനെ ഒന്ന് ചൂസ് ചെയ്യുന്നു, അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ ടേസ്റ്റ്, ഇതിനെയൊക്കെ റെഫർ ചെയ്യുന്ന ഒരു ടെക്നിക്കൽ ടേം ആണ് ഇക്കണോമിക്സിൽ പ്രിഫറൻസസ്. ഈ ടേംസ് ഒക്കെ നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ കുറച്ച് ടേംസ് ഞാൻ ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഡിമാൻഡ്, പ്രിഫറൻസ്, സപ്ലൈ, ഗുഡ്സ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പേസ് കൂടുതലാണെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മതി, ക്ലാസിന്റെ അവസാനം അല്ലെ ഇടയ്ക്ക് വെച്ചായാലും. സോ ഇന്നത്തെ ലെക്ചറിൽ നമ്മൾ ഈ പോർഷൻസ് ഒക്കെ ആയിരിക്കും കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യമേ കൺസ്യൂമർ തിയറിയുടെ തന്നെ ഒരു ജനറൽ ടൈം ലൈൻ, എങ്ങനെയാണ് ഈ തിയറി ഇവോൾവ് ചെയ്ത് വന്നത് ഓവർ ദ ഇയേഴ്സ്. ദെൻ വാട്ട് ആർ ദ മേജർ സ്കൂൾസ് ഓഫ് തോട്ട് ഇൻ യൂട്ടിലിറ്റേറിയൻ അനാലിസിസ്. പിന്നെ ആദ്യമേ ഉണ്ടായിരുന്ന വാല്യൂ തിയറിയിൽ നിന്ന് ഇപ്പോഴത്തെ യൂട്ടിലിറ്റേറിയൻ തിയറിയിലേക്ക് നമ്മൾ എങ്ങനെ എത്തി. അതിൽ തന്നെ ബെന്തമൈറ്റ് യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച്, കാർഡിനൽ ആൻഡ് ഓർഡിനൽ സ്കൂൾസ്. ഓർഡിനാലിറ്റിയിലേക്ക് നമുക്ക് ഇന്ന് കടക്കാൻ സാധിക്കില്ല, കാർഡിനൽ സ്കൂൾ വരെ നമുക്ക് പറ്റുവാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ വി വിൽ ഹാവ് എ ഷോർട്ട് ഇൻട്രൊഡക്ഷൻ ടു യൂട്ടിലിറ്റി ഫംഗ്ഷൻ. നമുക്ക് പിന്നീടുള്ള ലെക്ചേഴ്സിൽ പല ടൈപ്പ് ഓഫ് യൂട്ടിലിറ്റി ഫംഗ്ഷൻസ്, അതിന്റെ പ്രോപ്പർട്ടീസ്, ഇതൊക്കെ ക്വസ്റ്റ്യൻസ് വളരെയധികം ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അതൊക്കെ നമുക്ക് വേറെ ഒരു ലെക്ചറിൽ കവർ ചെയ്യാം. പക്ഷേ ജസ്റ്റ് എന്താണ് യൂട്ടിലിറ്റി ഫംഗ്ഷൻ എന്നുള്ളത് ഇന്നത്തെ ലെക്ചറിൽ പറ്റുവാണെങ്കിൽ നമുക്ക് കവർ ചെയ്യാം. ദെൻ പ്രിഫറൻസസ് ആൻഡ് ഓർഡറിംഗ് ആൻഡ് ആക്സിയംസ് ഓഫ് റാഷണൽ ചോയ്സ്. ഓക്കെ, സോ ആദ്യമേ യൂട്ടിലിറ്റിയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ എങ്ങനെയാണ് ഈ കൺസ്യൂമർ തിയറി ഓവർ ദി ഇയേഴ്സ് ഇവോൾവ് ചെയ്ത് വന്നത്, ആ ഒരു ടൈം ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കണം. ടൈം ലൈൻ അറിഞ്ഞിരിക്കുമ്പോൾ കൺസ്യൂമർ തിയറിയുടെ ടൈം ലൈൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാനാണെങ്കിൽ ഒരു ലീനിയർ ടൈം ലൈൻ ആണ്, ലീനിയർ എവല്യൂഷൻ ആണ് അതിന് ഉണ്ടായിട്ടുള്ളത്. അതിന് രണ്ട് മെയിൻ മൈൽ സ്റ്റോൺസ് ആണുള്ളത്. ഒന്ന് ജെറമി ബെന്താൻ എന്ന് പറഞ്ഞ ആള് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബെന്തമൈറ്റ് യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് ആണ്. ബെന്താമിന് മുന്നേ പല ആളുകൾ യൂട്ടിലിറ്റി തിയറിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്യൂഡോ ഫോം കോൺട്രിബ്യൂഷൻ. എക്സാക്ട്ലി യൂട്ടിലിറ്റിനെ കുറിച്ചല്ല അവർ പറഞ്ഞത്, പക്ഷെ അതൊക്കെ ഓരോ പടികളായിരുന്നു. ആ പടികളിലൊക്കെ ചവിട്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ യൂട്ടിലിറ്റി തിയറിയിൽ എത്തി നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഏൻഷ്യൻ ഗ്രീക്സ്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, ഇവരൊക്കെ സ്യൂഡോ അല്ലെ പ്രോട്ടോ ഇക്കണോമിക് കോൺസെപ്റ്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നീട് മിഡീവൽ പീരീഡിലേക്ക് വരുമ്പോഴത്തേക്കും സ്കോളാസ്റ്റിക് ഫാദേഴ്സ് ഇതിനെക്കുറിച്ച് വളരെയധികം ഡിസ്കസ് ചെയ്തിരുന്നു. പിന്നെ മെർക്കന്റലിസ്റ്റ്, അതിനുശേഷം ക്ലാസിക്കൽ ഇക്കണോമിസ്റ്റുകളുടെ ഏതാണ്ട് കണ്ടംപററി ആയിട്ടാണ് ജെറമി ബെന്താം വരുന്നത്. ബെന്താമിന് ശേഷം വളരെയധികം ഇംപ്രൂവ്മെന്റ്സ്, ഒരു മാത്തമാറ്റിക്കൽ റിഗറോടുകൂടി സബ്ജക്ട് പഠിക്കാൻ തുടങ്ങി. അവിടെ പ്രീ മാർജിനലിസ്റ്റുകൾ വന്നു, പിന്നെ മാർജിനലിസ്റ്റുകൾ വന്നു. ആൻഡ് മാർജിനലിസം ലെഡ് ടു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. പിന്നീടാണ് ഏറ്റവും മോഡേൺ ഫോം ആയിട്ടുള്ള ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഇതൊക്കെ എന്താണ് കോൺസെപ്റ്റ്സ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിങ്ങൾ ആദ്യമേ ഈ ഒരു ടൈം ലൈൻ നിങ്ങൾ ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനെയാണ് കാര്യങ്ങൾ പ്രോഗ്രസ് ചെയ്ത് വന്നത്. ആൻഡ് അതിനുശേഷം ഇപ്പോൾ ബിഹേവിയറൽ ഇക്കണോമിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഡാനിയൽ കാനിമാൻ, പുള്ളിയുടെ തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ, സ്റ്റാറ്റിസ്റ്റിക്സുകാർക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. ബിഹേവിയറൽ ഇക്കണോമിക്സ് ആണ് യൂട്ടിലിറ്റി തിയറിയുടെ
ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ. ഈ പാർട്ട് നമ്മുടെ സിലബസിൽ വരുന്നതല്ല. നമുക്ക് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ചും അതിനുശേഷം ഇതിനൊരു ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ആയിട്ട് റിവീൽഡ് പ്രിഫറൻസ് തിയറി എന്ന് പറയും. റിവീൽഡ് പ്രിഫറൻസ് വരെ നമുക്ക് തൽക്കാലം നമ്മുടെ സിലബസിനനുസരിച്ച് പഠിച്ചാൽ മതി. ഈ ഒരു പാർട്ട് ഇങ്ങോട്ടുള്ളത് നമുക്ക് വി ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് ദിസ്. സോ ഇത്രയും പോർഷൻ കവർ ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമർ തിയറിക്കകത്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്. ആൻഡ് ഡിസ്കസിങ് അബൌട്ട് ദി ഏൻഷ്യന്റ് ആൻഡ് മിഡീവൽ ഫൗണ്ടേഷൻ, തിയറി ഓഫ് വാല്യൂവിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഏൻഷ്യന്റ് ഹിസ്റ്റോറിയൻ അല്ലെ ഏൻഷ്യന്റ് ഫിലോസഫർ ആയിരുന്നു അരിസ്റ്റോട്ടിൽ. നമ്മൾ ഇപ്പോൾ യൂട്ടിലിറ്റി എന്നുള്ളതിനെ കുറിച്ച് പറയും. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ഒരു ഗുഡ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, സംതൃപ്തി, അതിനാണ് അതിന്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ഒരു സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ആണല്ലോ. പക്ഷേ ഇക്കണോമിക്സ് ഇങ്ങനെ ഒരു സബ്ജക്റ്റായി വരുന്നതിന് മുന്നേ തിയറി ഓഫ് മോറൽ ഫിലോസഫി ഒക്കെ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. അരിസ്റ്റോട്ടലിന്റെ ഒക്കെ സമയത്ത് കൺസ്യൂമറിന്റെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നില്ല. അവർ ഇൻട്രസ്റ്റ് ചെയ്തിരുന്ന ഒരു കോൺസെപ്റ്റ് വാല്യൂ എന്നുള്ളതാണ്. ഒരു ഗുഡിന്റെ വാല്യൂ. നമ്മൾക്ക് സ്വർണത്തിന് വില കൂടുതലാണെന്ന് പറയുന്നു, അല്ലെ പെട്രോളിന് ഇത്ര വിലയാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ വില നിർണ്ണയിക്കപ്പെടുന്നത്? സോ അതിനെയാണ് അവർ ഫിലോസഫിയിൽ ഒരു പാട്ടുണ്ട്, എസ്തെറ്റിക്സ് എന്നാണ് പറയുന്നത്. എസ്തെറ്റിക്സ് ബ്യൂട്ടിനെ കുറിച്ചുള്ള പഠനമാണ്. അതിൽ വാല്യൂ എങ്ങനെയാണ് നിർണ്ണയിക്കപ്പെടുന്നത്, വാല്യൂ എങ്ങനെ വരുന്നു എന്നുള്ളതും എസ്തെറ്റിക്സിൽ പഠിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് വാല്യൂ നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളതിന് ഒരു ബേസിക് ഇട്ടയാളാണ് അരിസ്റ്റോട്ടിൽ. He introduced subjective and objective views of value. Value as a human perception rather than the measure of intrinsic properties. So, ഒരു സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്: ഒരു സബ്സ്റ്റൻസിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കാരണമാണ് അതിന് വാല്യൂ വരുന്നത്. പക്ഷെ അരിസ്റ്റോട്ടിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്, ആഡം സ്മിത്തിനെക്കാളും വളരെ ആയിരക്കണക്കിന് വർഷം മുന്നേ പറഞ്ഞത്, അതിന്റെ ഇൻട്രിൻസിക് പ്രോപ്പർട്ടി കാരണമല്ല, നമ്മുടെ സബ്ജക്റ്റീവ് പെർസെപ്ഷൻ കാരണമാണ് അതിന് വാല്യൂ വരുന്നത്. അത് ശരിയല്ലേ? കാരണം ചിലപ്പോ ഒരു സ്റ്റാമ്പിന്റെ പ്രൊഡക്ഷൻ വാല്യൂ എത്രയായിരിക്കും? 1-2 രൂപയായിരിക്കും. പക്ഷെ ചില റെയർ സ്റ്റാമ്പുകൾക്ക് കോടികളായിരിക്കും ചിലപ്പോൾ വില. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ പെർസെപ്ഷൻ ആണ് ഓരോ സബ്സ്റ്റൻസിന്റെയും വാല്യൂ നിർണ്ണയിക്കുന്നത് എന്ന് അരിസ്റ്റോട്ടിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞതാണ്. ആൻഡ് ഇതിനെ യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ എന്നാണ് പറയുന്നത്. ഈ ഡിഫറൻസിനെ, ഈ ഡിഫറൻസ് ആഡം സ്മിത്ത് പിന്നീട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇതൊക്കെ ആദ്യമേ ഡിസ്കസ് ചെയ്ത് അരിസ്റ്റോട്ടിലാണ്. പിന്നീട് ഗ്രീക്ക് കഴിഞ്ഞിട്ട് റോമൻസ് വരുന്നു. റോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ലീഗൽ സിസ്റ്റം ഒക്കെ നമ്മൾ ഏറ്റവും അധികം കടം കൊണ്ടിട്ടുള്ളത് റോമൻസിൽ നിന്നാണ്. അവർ ഗ്രേറ്റ് ജൂറിസ്റ്റ് ആയിരുന്നു. അപ്പോൾ വാല്യൂവുമായിട്ട് ബന്ധപ്പെട്ട ലീഗൽ കോൺട്രാക്ട്സ്, അതുപോലെ തന്നെ പ്രൈസ് കോൺസെപ്റ്റ്സ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് റോമൻസിന്റെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം നമ്മൾ മിഡീവൽ പീരീഡിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും, മിഡീവൽ പീരീഡിന് തൊട്ട് മുന്നേ ഒരു 5th സെഞ്ചുറിയിലൊക്കെ ജീവിച്ചിരുന്ന സെയിന്റ് അഗസ്റ്റിൻ ഇതിന് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഡിഫറൻഷിയേറ്റഡ് ബിറ്റ്വീൻ മെറ്റീരിയൽ വോൺസ് ആൻഡ് സ്പിരിച്വൽ നീഡ്സ്. ആൻഡ് എക്സാക്ട് മിഡീവൽ പീരീഡിലേക്ക് കടന്നു കഴിയുമ്പോഴത്തേക്കും there is a group of philosophers known as scholastics. Scholastic fathers, especially Saint Thomas Aquinas, പുള്ളി പ്രൈസുമായി ബന്ധപ്പെട്ട്, വാല്യൂവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മോറൽ തിയറീസ് പ്രൊപ്പൗണ്ട് ചെയ്തു. ഇറ്റ് ഈസ് കോൾഡ് ദി ജസ്റ്റ് പ്രൈസ് ഡോക്ട്രിൻ. Thomas Aquinas argued for a moral price that reflects both production cost and consumer demand. ആദ്യമായിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ, കൺസ്യൂമറിന്റെ സെല്ലറും ബയറും ഇവരുടെ രണ്ടുപേരെയും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു മോറൽ പ്രൈസ്, അധികം പ്രൈസ് ചാർജ് ചെയ്യാൻ പാടില്ല, ഒരു ജസ്റ്റ് പ്രൈസ് ചാർജ് ചെയ്യണം എന്ന് തോമസ് അക്വൈനസ് ആർഗ്യൂ ചെയ്തു. ആൻഡ് ഇതൊക്കെ ഒരു മോറൽ പ്രൊപ്പോസിഷൻസ് ആണെങ്കിലും ഇങ്ങനെ ഇവരൊക്കെയാണ് ആദ്യമായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഒരു ഫിലോസഫിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നാണെങ്കിലും പ്രൊഡക്ഷൻ, ഡിമാൻഡ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ആദ്യമായി ചിന്തിച്ച് എഴുതിയവർ ഇവരൊക്കെയാണ്. അങ്ങനെയാണ് ഈ ഇക്കണോമിക്സ് എന്ന ഒരു സയൻസ് ഒറിജിനേറ്റ് ചെയ്തു വന്നത്. They implicitly acknowledge price elasticity by noting that demand fluctuates with necessity and abundance. And they foreshadowed subjective value theory by suggesting that the utility of a good varies among individuals. So subjective valuation of utility, ഇതിന്റെയൊക്കെ ഒരു ആദിമ രൂപം നമുക്ക് ഈ സ്കോളാസ്റ്റിക് ഫാദേഴ്സിൽ കാണാം. ദെൻ ജോൺ ബുറിഡൻ 14th സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന ഒരു പ്രോട്ടോ മാർജിനലിസ്റ്റ് തിങ്കർ ആണ്. ഹി ഡെവലപ്ഡ് ദി ഐഡിയാസ് ഓഫ് ക്വാണ്ടിഫൈയിങ് പ്രിഫറൻസസ്. പ്രിഫറൻസ് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓരോ ഗുഡ്സിന്റെയും ഇടയിലുള്ള ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്, എന്തുകൊണ്ട് ഞാൻ ഒരു ഗുഡിനെ മറ്റേതിന്റെ മേലിൽ പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതിനെ നിയന്ത്രിക്കുന്ന ആ ഒരു ഓർഡറിങ്, അതിനെയാണ് പ്രിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിഫറൻസിനെ ആദ്യമായി ക്വാണ്ടിഫൈ ചെയ്യാൻ ജോൺ ബുറിഡൻ 14th സെഞ്ചുറിയിലെ ശ്രമിച്ചിരുന്നു, ഇൻഫ്ലുവൻസിങ് ലേറ്റർ ഐഡിയാസ് ഓഫ് കൺസ്യൂമർ റാഷണാലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ്.
മിഡീവൽ പീരീഡിൽ നിന്ന് പിന്നീട് നമ്മൾ മോഡേൺ ഇക്കണോമിക് തോട്ടിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ് ദി മെർക്കന്റിലിസ്. അവർ 16th and 18th സെഞ്ചുറിയിലാണ്. മെർക്കന്റിലിസം എന്ന സ്കൂൾ ഇവോൾവ് ചെയ്ത് വരുന്നത് കൊളോണിയലിസത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ്. സോ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ വളരെയധികം ഇന്നോവേഷൻസ് വരുന്നു. ഷിപ്പിംഗ്, നാവിഗേഷൻ, ഇതിൽ വളരെയധികം ഇന്നോവേഷൻ വരുന്നു. ആളുകൾ യൂറോപ്യൻസ് ലോകത്തിന്റെ മറ്റു സ്ഥലങ്ങളിലേക്കും പോയി അവിടെ കോളനീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. കൊളോണിയലിസത്തിന്റെ ഒരു റിസൾട്ട് ആയിട്ട് വളരെയധികം വെൽത്ത് യൂറോപ്പിലേക്ക് വരുന്നു. ബുള്ളിയൻസ്, ഗോൾഡ് ഡെപ്പോസിറ്റ്സിന് അവർ ബുള്ളിയൻസ് എന്നാണ് പറഞ്ഞിരുന്നത്. സോ അവരെ നയിച്ചിരുന്ന ഒരു ഫിലോസഫിയാണ് അല്ലെങ്കിൽ ഇക്കണോമിക് പോളിസിയാണ് മെർക്കന്റിലിസം എന്നുള്ളത്. കൂടുതൽ കൂടുതൽ ബുള്ളിയൻസ് നേടുക. ട്രേഡിനെ ഒരു യൂണിലാറ്ററൽ കോൺസെപ്റ്റ് ആയിട്ടാണ് അവർ കണ്ടിരുന്നത്. ഒരു കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയല്ല, പക്ഷെ നമുക്ക് എക്സ്പോർട്ട് മാത്രം ചെയ്തുകൊണ്ടിരിക്കുക, ഇമ്പോർട്ട്സ് പരമാവധി കുറയ്ക്കുക, എക്സ്പോർട്ട് ചെയ്ത് അങ്ങനെ ഗോൾഡ് ഡെപ്പോസിറ്റ്, ട്രഷറിയിൽ ഗോൾഡ് കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതായിരുന്നു മെർക്കന്റിലിസ്റ്റുകളുടെ ഒബ്ജക്റ്റീവ്. സോ they focused on aggregate wealth accumulation rather than individual consumption behavior. However, mercantilists like John Baptist Colbert hinted at demand-side consideration, recognizing that consumer preferences drive market structures. മെർക്കന്റിലിസ്റ്റുകൾ കഴിഞ്ഞ് വരുന്ന ഒരു സ്കൂളാണ് ക്ലാസിക്കൽ സ്കൂൾ. മാക്രോ എക്കണോമിക്സ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്ലാസിക്കൽ സ്കൂളിൽ പഠിക്കേണ്ട ചില മെയിൻ ഫിഗേഴ്സ്, ഒന്ന് വില്യം പെറ്റിയാണ്. ഹി കെയിം അപ്പ് വിത്ത് ദി ക്വാണ്ടിറ്റേറ്റീവ് വാല്യുവേഷൻ തിയറി. വില്യം പെറ്റി യൂസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ടു അനലൈസ് ലേബർ ആൻഡ് കൺസംഷൻ. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവിടെ യൂട്ടിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും വാല്യൂ തിയറി തന്നെയാണ്. ഒരു ഒബ്ജക്റ്റിന്റെ വാല്യൂ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു, അത് കൂടുതലും സപ്ലൈയുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് കൺസ്യൂമർ സൈഡിനെക്കാളും. അപ്പോ ഈ സമയത്ത് ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ലേബർ ആണ് ഒരു സാധനത്തിന്റെ വാല്യൂ നിർണ്ണയിക്കുന്നത്. ഒരു 10 യൂണിറ്റ്സ് ഓഫ് ലേബർ വെച്ച് ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് 2 യൂണിറ്റ് ഓഫ് ലേബർ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡിനേക്കാളും വാല്യൂ കൂടുതലായിരിക്കും. അപ്പോൾ ഒരു ഗുഡിന്റെ പ്രൊഡക്ഷനിലേക്ക് എത്ര ലേബർ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ വാല്യൂവിനെ നിർണ്ണയിക്കുന്നത് എന്നൊക്കെയായിരുന്നു ഈ സമയത്ത് ഫ്ലോട്ട് ചെയ്യപ്പെട്ടിരുന്ന തിയറീസ്. വില്യം പെറ്റി attended an early quantification of utility, linking value of labor effort and demand factors. Then we have John Locke. John Locke പൊളിറ്റിക്കൽ ഫിലോസഫറും കൂടിയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. സബ്ജക്റ്റീവ് യൂട്ടിലിറ്റി ആൻഡ് പ്രോപ്പർട്ടി റൈറ്റ്സ്. പ്രോപ്പർട്ടി റൈറ്റ്സ് ഇന്നും ഇക്കണോമിക്സിന്റെ ഒരു ലോ ആൻഡ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു ബ്രാഞ്ച് ഉണ്ട്, അതിനൊക്കെ തുടക്കം കുറിച്ച ജോൺ ലോക്ക് ആണ്. Propose that value is determined by individual assessment, anticipating Menger's subjective value theory. And he linked utility to property ownership, foreshadowing consumer sovereignty. ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ ടു യൂട്ടിലിറ്റി തിയറി എന്തൊക്കെയാണ്. ആദ്യമായിട്ട് യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സബ്ജക്റ്റീവ് വാല്യുവേഷൻ ഓഫ് യൂട്ടിലിറ്റി, വാല്യൂ തിയറി, ലേബർ തിയറി ഓഫ് വാല്യൂ, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് MCQ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ക്ലാസിക്കൽസിന്റെ സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ക്ലാസിക്കൽ ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് ഡെവലപ്ഡ് ഹിസ് പ്രോട്ടോ ഡിമാൻഡ് തിയറി ഇൻ ക്ലാസിക്കൽ ഇക്കണോമിക്സ്. ഇക്കണോമിക്സിൽ നിങ്ങൾ ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്തൊരു ടെക്സ്റ്റ് ആണ്, അല്ലെ ബൈബിൾ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയാം. ദ വെൽത്ത് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ആഡം സ്മിത്തിന്റെ മാഗ്നം ഓപ്പസ് 1776 ഇത് എഴുതപ്പെട്ടത്. ആൻഡ് ഇൻ വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്ത് ഒരു പാരഡോക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് നോൺ ആസ് ദി വാട്ടർ ഡയമണ്ട് പാരഡോക്സ്. വാട്ടർ ഡയമണ്ട് പാരഡോക്സ് ബേസിക്കലി ആ വാല്യൂ തിയറിന്റെ ഒരു പ്രോബ്ലം ആണ്. ആളുകൾ, നിങ്ങൾക്കറിയാം, ഡയമണ്ടും ഉണ്ട് വാട്ടറും ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാൾക്ക് ഏറ്റവും ഒഴിച്ചുകൂടാനാവാത്ത, ഏറ്റവും അത്യാവശ്യമുള്ള ഇതിൽ നിന്ന് ഏതാണ്? ഡയമണ്ട് ആണോ വാട്ടർ ആണോ? ഓബ്വിയസ്ലി വാട്ടർ ആണ്. ഡയമണ്ട് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാം, പക്ഷെ വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഡയമണ്ടിന് ഭയങ്കര വിലയും വെള്ളത്തിന് ഒട്ടും വിലയില്ല. ഓൾമോസ്റ്റ് ഫ്രീ ആണ് വെള്ളം. ഇന്ന് നമ്മൾ ബോട്ടിൽഡ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിലും ആ സമയത്ത് അത് ഒരു ഫ്രീ ഗുഡ് ആയിരുന്നു വെള്ളം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ മനുഷ്യന്റെ നെസസിറ്റി അനുസരിച്ചല്ല, ഒരു ഗുഡ് അല്ലെ നീഡ് സാറ്റിസ്ഫൈങ് എബിലിറ്റിന്റെ ബേസിസിലല്ല ഒരു ഗുഡിന്റെ പ്രൈസ് നിർണ്ണയിക്കപ്പെടുന്നത് എന്ന് ആഡം സ്മിത്ത് പറഞ്ഞു. ആൻഡ് ആഡം സ്മിത്ത് അരിസ്റ്റോട്ടിൽ ഡിസ്കസ് ചെയ്ത യൂസ് വാല്യൂ ആൻഡ് എക്സ്ചേഞ്ച് വാല്യൂ, ആ ഒരു കോൺസെപ്റ്റുകൾ തമ്മിൽ വീണ്ടും ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരുന്നു. യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്നതിൽ നിന്ന് എത്ര വാല്യൂ അതിൽ നിന്ന് വരുന്നു, അതാണ് ബേസിക്കലി യൂസ് വാല്യൂ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഇസ് മോർ യൂസ്ഫുൾ ദാൻ ഡയമണ്ട്, സോ ഇറ്റ് മസ്റ്റ് ബി പ്രൈസ്ഡ് മോർ. പക്ഷെ എക്സ്ചേഞ്ച് വാല്യൂ, ട്രേഡ് വാല്യൂ, അതുപോലെ തന്നെ സ്കെയർസിറ്റി, ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളൊക്കെ കൂടി ചേർന്നിട്ട്, അതുപോലെ തന്നെ പ്രിഫറൻസസ് ഓഫ് ദ കൺസ്യൂമർ, ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു ഗുഡിന്റെ ഡിമാൻഡും അതുപോലെ തന്നെ അതിന്റെ പ്രൈസും ഒക്കെ നിർണ്ണയിക്കുന്നത്. Smith primarily focused on supply-side mechanisms, but he introduced demand-related ideas such as self-interest and rationality,
ആഡം സ്മിത്ത് എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, സെൽഫ് ഇൻട്രസ്റ്റ് ഇസ് ദി ബെസ്റ്റ് ഇൻട്രസ്റ്റ്. ഒരു കൺസ്യൂമറിനെ സംബന്ധിച്ച് അയാളുടെ ഒരു ലക്ഷ്യം, നമ്മൾ ഇക്കണോമിക്സിൽ പിന്നീട് മോഡൽ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ കൺസ്യൂമറിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ആണ്. ഒരു ഗുഡ് കൺസ്യൂം ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റിയെ പരമാവധി മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കൺസ്യൂമറിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു കൺസ്യൂമറിനെയാണ് നമ്മൾ റാഷണൽ കൺസ്യൂമർ എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സ് ആക്ട് ടു മാക്സിമൈസ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ആഡം സ്മിത്തിന്റെ ഇത് യൂട്ടിലിറ്റി തിയറിയുടെ ഒരു പ്രിക്കേഴ്സർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ആഡം സ്മിത്തിനെ ഫാദർ ഓഫ് ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മുന്നേ പൊളിറ്റിക്കൽ ഇക്കോണമിസ്റ്റുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്റർനാഷണൽ ഇക്കണോമിക്സ്, ട്രേഡ്, യൂട്ടിലിറ്റി തിയറി, ഡിമാൻഡ്, സപ്ലൈ, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റുകളെ ആഡം സ്മിത്ത് തന്റെ ഈ ഒരു മാഗ്നം ഓപ്പസിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിമിനിഷിങ് യൂട്ടിലിറ്റി, ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും പിന്നീട് അങ്ങോട്ട്. ഇതൊക്കെ നമുക്ക് അദ്ദേഹത്തിന്റെ വർക്ക്സിൽ കാണാം. മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്നുള്ള കോൺസെപ്റ്റ്സ് ഒക്കെ തന്നെ ആഡം സ്മിത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി യൂട്ടിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് 18th സെഞ്ചുറിയിലാണ് ഏറ്റവും അധികം പഠനങ്ങൾ വരുന്നതും ഇന്നത്തെ നാം കാണുന്ന കൺസ്യൂമർ തിയറിയിലേക്ക് നയിച്ച പഠനങ്ങളൊക്കെ 18th സെഞ്ചുറിക്ക് ശേഷം, ആഡം സ്മിത്തിന് ശേഷമാണ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദി ഇമർജൻസ് ഓഫ് യൂട്ടിലിറ്റി ആൻഡ് ദ കാൽക്കുലസ് ഓഫ് പ്ലഷർ. ആൻഡ് ഞാൻ മറ്റേ ടൈം ലൈൻ കാണിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, യൂട്ടിലിറ്റി സ്കൂളിൽ നമുക്ക് തുടങ്ങുന്നത് ബെന്തമൈറ്റ് യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച്. ഇതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺ. ജെറമി ബെന്താം എന്ന് പറഞ്ഞ ആളാണ് യൂട്ടിലിറ്റേറിയൻ തിയറിക്ക് തുടക്കം കുറിച്ച ആളെന്ന് പറയാം. സോ ബെന്താംസ് കോർ ഐഡിയ വാസ് ദാറ്റ് ഓഫ് യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി. യൂട്ടിലിറ്റേറിയൻ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ ആക്ഷൻസ് ആർ ഡ്രിവൺ ബൈ ദ പെർസ്യൂട്ട് ഓഫ് പ്ലഷർ ആൻഡ് ദി അവോയ്ഡൻസ് ഓഫ് പെയിൻ. പ്ലഷർ സീക്ക് ചെയ്യുന്നു ആളുകൾ, അതുപോലെ തന്നെ പെയിനെ അവോയ്ഡ് ചെയ്യുന്നു. ഇതിന് ഇക്കണോമിക്സിൽ രണ്ട് ടെക്നിക്കൽ ടേം ആണ് പ്ലഷർ ആൻഡ് പെയിൻ എന്നുള്ളതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പറയുന്നത്. പ്ലഷറിനെ നമ്മൾ യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്, സാറ്റിസ്ഫാക്ഷൻ, ഓൾറെഡി പല പ്രാവശ്യം ഡിസ്കസ് ചെയ്ത ടേം ആണ്. പെയിനെ ഡിസ്യൂട്ടിലിറ്റി എന്നാണ് പറയുന്നത്. സോ ഈ സെന്റൻസിനെ ഒന്നും കൂടെ ഇക്കണോമിക് സെൻസിൽ റീഫ്രെയിം ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ബെന്താം ഇതൊരു ജനറൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് പറയുന്നത്, ഇക്കണോമിക്സിന്റെ ഒരു പ്രിൻസിപ്പിൾ അല്ല. ആളുകൾ എന്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെ എത്തിക്സ് തന്നെ, നമ്മൾ എന്തുകൊണ്ട് കൊലപാതകം ചെയ്യാണ്ടിരിക്കുന്നു, നമ്മൾ എന്തുകൊണ്ട് മോറൽ ഈവിൽസിൽ ഏർപ്പെടാണ്ടിരിക്കുന്നു എന്നുള്ളതിനൊക്കെയുള്ള ഒരു ഫിലോസോഫിക്കൽ പ്രിൻസിപ്പിൾ ആയിട്ടാണ് ബെന്താം ഇത് പറയുന്നത്. അതിനെയൊക്കെ സോ നമ്മുടെ മൊറാലിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ പ്ലഷർ മാക്സിമൈസ് ചെയ്യുകയും പെയിൻ മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മോട്ടീവ്. അതാണ് നമ്മുടെ എത്തിക്സിനെ ഗൈഡ് ചെയ്യുന്നത് എന്നാണ് ബെന്താം പറഞ്ഞത്. ഈ ഫിലോസഫി ഇക്കോണമിസ്റ്റുകളും അഡോപ്റ്റ് ചെയ്തു. ഇക്കണോമിക് ആക്ഷൻസും ഒരു റാഷണൽ ഏജന്റ്, യൂട്ടിലിറ്റി മാക്സിമൈസിങ് റാഷണൽ ഏജന്റ് എടുക്കുന്ന ഇക്കണോമിക് ആക്ഷൻസിന്റെ പിന്നിലും ഇതേ ഫിലോസഫി തന്നെയാണ്. അയാളുടെ പ്രഷർ അഥവാ യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യാൻ നോക്കുന്നു, പെയിൻ അഥവാ ഡിസ്യൂട്ടിലിറ്റി മിനിമൈസ് ചെയ്യാൻ നോക്കുന്നു. അപ്പോ ഇങ്ങനെ യൂട്ടിലിറ്റീനെ മാക്സിമൈസ് ചെയ്യുക, മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൂട്ടിലിറ്റീനെ മെഷർ ചെയ്താലല്ലേ അതിനെ കൂട്ടാനോ കുറയ്ക്കാനോ മാക്സിമൈസ് ചെയ്യാനോ ഒക്കെ പറ്റുള്ളൂ. അങ്ങനെ യൂട്ടിലിറ്റി കാർഡിനൽ ആണ് അഥവാ യൂട്ടിലിറ്റി മെഷറബിൾ ആണ് എന്ന് ആദ്യമായിട്ട് പറയുന്നത്. യൂട്ടിലിറ്റീനെ ഒരു അളക്കാൻ പറ്റുന്ന വസ്തുവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബെന്താം ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷൻ അതിനെ അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റുമെന്നാണ് ബെന്താം പറയുന്നത്. സോ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്ത ചില കോൺസെപ്റ്റ്സ് ആണ് കാർഡിനൽ യൂട്ടിലിറ്റി. കാർഡിനൽ എന്ന വാക്കിന്റെ അർത്ഥം മെഷർ ചെയ്യാൻ പറ്റും എന്നാണ്. യൂട്ടിലിറ്റി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ന്യൂമറിക്കലി ആൻഡ് അതിന് പറയുന്ന യൂണിറ്റ് ആണ് യൂട്ടിൽസ്. ഇതൊക്കെ ചോദിക്കാം. യൂട്ടിലിറ്റീനെ അളക്കുന്നതിനായി ബെന്താം ഇൻട്രൊഡ്യൂസ് ചെയ്ത യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ യൂട്ടിൽസ് ആണ്. അപ്പോൾ അരി നമ്മൾ കിലോയിൽ അളക്കുന്നത് പോലെ, വെള്ളം ലിറ്ററിൽ പറയുന്നത് പോലെ, യൂട്ടിലിറ്റി നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷനെ അളക്കാൻ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു യൂണിറ്റ് ആണ് യൂട്ടിൽസ്. ആൻഡ് വാട്ട് ഇസ് ഹിസ് പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി? ബെന്തമൈറ്റ് പ്രിൻസിപ്പിൾ ഇതാണ്: ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദി ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ. കളക്റ്റീവ് പ്ലഷർ, കളക്റ്റീവ് ഹാപ്പിനെസ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതായിരുന്നു ബെന്തമൈറ്റ് പ്രിൻസിപ്പിൾ. ദെൻ അദ്ദേഹത്തിന്റെ വർക്ക്സിലും ആഡം സ്മിത്തിന്റെ പോലെ തന്നെ നമുക്ക് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയുടെ ഒരു പ്രോട്ടോ വേർഷൻ കാണാം. പക്ഷെ ബെന്താം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എന്താണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്നുള്ളത്. പക്ഷെ ഇതിനെ മാത്തമാറ്റിക്കലി അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നില്ല. അത് നെക്സ്റ്റ് ഗ്രൂപ്പിലേക്ക് പോകുമ്പോഴാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. സോ വി കം ടു ദ പ്രീ മാർജിനലിസ്റ്റ്. പ്രീ മാർജിനലിസ്റ്റിന്റെ അകത്ത് ഥൂനൻ ഉണ്ട്, കുറെ പേരുണ്ട്. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഗോസൻ ആണ്. കാരണം ഗോസൻസ് ലോസ്, ഗോസൻ 3 ലോ പ്രപ്പോസ് ചെയ്തു. ഈ ലോ പല എക്സാംസിലും പല പ്രാവശ്യം MCQയിൽ എടുത്തെടുത്ത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹെർമൻ ഹെയിൻറിച്ച് ഗോസൻ ഒരു ജർമ്മൻ ഇക്കോണമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. His contribution was that he was the first to mathematically articulate the law of diminishing marginal utility.
ഇപ്പൊ കുറെ പ്രാവശ്യമായി നമ്മൾ DMU ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താണ് സംഭവം? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഗുഡ് കൺസ്യൂം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു ടേബിൾ നോക്കുക. ഉദാഹരണത്തിന് കേക്ക് ആണ് എപ്പോഴും ഇക്കണോമിക്സ് ക്ലാസ്സുകളിലൊക്കെ എപ്പോഴും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കേക്കിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ്. നിങ്ങൾ ലോകത്തിന്റെ ഏത് സ്ഥലത്താണേലും. സോ ഒരു കേക്ക് നിങ്ങൾ കഴിക്കുകയാണെന്ന് വിചാരിച്ചോ, ആദ്യത്തെ പീസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, വളരെ സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും, വളരെ സന്തോഷം കിട്ടും. രണ്ടാമത്തെ പീസ് കഴിക്കുമ്പോഴോ അപ്പോഴും ടേസ്റ്റി കേക്ക് ആണ്. ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 3 പീസോ 4 പീസോ ഒക്കെ കഴിക്കുമായിരിക്കും ചിലരൊക്കെ. പക്ഷെ ഓരോ പീസും പിന്നീട് കഴിച്ച് പോകുമ്പോഴത്തേക്കും അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരുന്നു. ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ വായിലേക്ക് കേക്ക് നിർബന്ധിച്ച് തന്നാൽ പോലും നിങ്ങൾ കഴിക്കില്ല. അപ്പൊ എന്താണ്, യൂട്ടിലിറ്റി മാറിയത് ഡിസ്യൂട്ടിലിറ്റി ആകാൻ തുടങ്ങുന്നു. അങ്ങനെ അപ്പോ ഇങ്ങനെയാണ് സംഭവം. ഗ്രാഫിക്കലി വരച്ച് നമുക്ക് നോക്കാം. സോ ഇൻ എ ഗ്രാഫ്, ഇവിടെ നമുക്ക് എമൗണ്ട് ഓഫ് ഗുഡ് കൺസ്യൂംഡ് എടുക്കുകയും ഇവിടെ നമ്മൾ യൂട്ടിലിറ്റി അഥവാ ടോട്ടൽ യൂട്ടിലിറ്റി എടുക്കുകയാണെന്ന് വിചാരിച്ചോ. സോ ആദ്യമേ കേക്ക് കഴിക്കുമ്പോൾ എന്താണ്, ഇത് കേക്കിന്റെ ഓരോ പീസാണ്, 1 2 3 എക്സെട്ര അങ്ങനെ. അപ്പോൾ ഇനീഷ്യലി കേക്ക് പീസുകൾ കഴിക്കുമ്പോഴത്തേക്കും യൂട്ടിലിറ്റി കൂടി വരുന്നു. ഒരു കേക്ക് കഴിച്ചു കഴിയുമ്പോൾ എനിക്ക് എന്താ, ഒരു പീസും കൂടി കഴിക്കണം എന്നുള്ള ഒരു തോന്നലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അങ്ങനെ കഴിച്ച് നിങ്ങൾ ഒരു മടുക്കുന്ന സ്റ്റേജിലേക്ക് എത്തും, യൂട്ടിലിറ്റി മാക്സിമൈസ് ചെയ്യുന്ന സ്റ്റേജ്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എന്താണ്, ഡിസ്യൂട്ടിലിറ്റി ആണ് നിങ്ങൾക്ക്. യൂട്ടിലിറ്റി പിന്നീട് ഓരോ പീസ് കഴിക്കും തോറും യൂട്ടിലിറ്റി കുറയാൻ തുടങ്ങുന്നു. സോ ഇതിനെയാണ് നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അഡീഷണൽ യൂണിറ്റ്, അതിനെയാണ് അടുത്തത് ആ അടുത്തതിനെയാണ് മാർജിനൽ എന്ന് പറയുന്നത്. മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞു വരുന്നു വിത്ത് അഡീഷണൽ കൺസംഷൻ ഓഫ് എവറി യൂണിറ്റ്. ഈ കോൺസെപ്റ്റിനെയാണ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതിനെ ആദ്യമായിട്ട് പ്രൊപ്പൗണ്ട് ചെയ്യാൻ ശ്രമിച്ചത് ഗോസൻ ആണ്. ഗോസൻ 3 ലോ ആണ് പ്രൊപ്പൗണ്ട് ചെയ്തത്. ഈ 3 ലോയാണ് പിന്നീട് കാർഡിനൽ സ്കൂളിന് അല്ലെങ്കിൽ മാർജിനലിസ്റ്റ് സ്കൂളിന് ഫൗണ്ടേഷൻ ആയിട്ട് മാറുന്നത്. ഗോസനെ ഒരു മാർജിനലിസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല, പുള്ളി പ്രീ മാർജിനലിസ്റ്റ് ആണ്. വാട്ട് ഇസ് ഗോസൻസ് ഫസ്റ്റ് ലോ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി യൂട്ടിലിറ്റി ഡിറൈവ്ഡ് ഫ്രം സക്സസീവ് യൂണിറ്റ്സ് ഓഫ് എ ഗുഡ് ഡിക്ലൈൻസ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. അദ്ദേഹം അതിനെ അങ്ങനെ ടേം ചെയ്തില്ല, പക്ഷെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോസനാണ്. Then Gossen's second law, it states that consumer allocates expenditures in such a way that the last unit of money spent on each good provides the same marginal utility. And ഇതാണ് പിന്നീട് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി ആയിട്ട് മാറുന്നത്. ഇപ്പൊ ഇതിന്റെ ഡെഫിനേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി പഠിക്കുമ്പോൾ അതെന്താണെന്ന് ഒന്നുകൂടെ ഡിഫൈൻ ചെയ്ത് പറയാം. ഇപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, സെക്കൻഡ് ലോ ആണ് പിന്നീട് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് മാറിയത്. ആൻഡ് ഗോസൻസ് തേർഡ് ലോ എന്താണ് പറയുന്നത്? കൺസ്യൂമർസ് അലൊക്കേഷൻ ഓഫ് വെൽത്ത് അക്രോസ് ഡിഫറെന്റ് ഗുഡ്സ് ഇസ് ഒപ്റ്റിമൽ ഓർ എഫിഷ്യന്റ്. അദ്ദേഹം ഒരു കൺസ്യൂമർ തന്റെ എമൗണ്ട് ഓഫ് ഇൻകത്തിൽ നിന്ന് ഓരോ ഗുഡ്സും കൺസ്യൂം ചെയ്യുമല്ലോ. അങ്ങനെ അയാളുടെ ഇൻകം ഡിപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് അവസാനം കയ്യിൽ കിട്ടുന്ന ഗുഡ്സിന്റെ ആ ഒരു അലൊക്കേഷൻ ഒപ്റ്റിമൽ അലൊക്കേഷൻ ആയിരിക്കും, അല്ലെ എഫിഷ്യന്റ് അലൊക്കേഷൻ ആയിരിക്കും എന്നാണ് ഗോസൻ പറയുന്നത്. അങ്ങനെ കൺസ്യൂമർ ഡിമാൻഡ് അല്ലെ കൺസ്യൂമർ ചോയ്സിനെ ഗൈഡ് ചെയ്യുന്ന 3 ലോകൾ ഗോസൻ പ്രസന്റ് ചെയ്യുന്നു. ഈ ഒരു ഫൗണ്ടേഷന്റെ പേരിലാണ് മാർജിനലിസ്റ്റുകൾ പിന്നീട് മാത്തമാറ്റിക്കലി റിഗറസ് ആയിട്ട് ഈ ഓരോ ലോയിനെയും എക്സ്പാൻഡ് ചെയ്യുന്നു, അതിനെ ഡിഫെൻഡ് ചെയ്യുന്നു, ആൻഡ് അതിന്റെ ഡെറിവേഷൻസ് കൊണ്ടുവരുന്നു. സോ യൂട്ടിലിറ്റി തിയറി ഇന്നത്തെ കാണുന്ന രീതിയിൽ മാത്തമാറ്റിക്കലി ഡിഫൈൻ ചെയ്യുകയും പ്രൊപ്പൗണ്ട് ചെയ്യുകയും ചെയ്തത് മാർജിനലിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. 1870s വില്യം സ്റ്റാൻലി ജവോൺസ്, കാൾ മെങ്കർ, ലിയോൺ വോൾഡ്രസ് എന്ന് പറഞ്ഞ മാർജിനലിസ്റ്റുകൾ ജീവിച്ചിരുന്നത്. ഇവരാണ് മാർജിനൽ യൂട്ടിലിറ്റി, DMU, ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ഈ കോൺസെപ്റ്റ്സിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇവരാണ്. സോ ഈ 3 കോൺസെപ്റ്റ്സ് നമുക്ക് ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മാർജിനലിസ്റ്റ് സ്കൂൾ. അവരുടെ 3 ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരുന്നു? മാർജിനൽ യൂട്ടിലിറ്റി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ആൻഡ് ലോ ഓഫ് ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി.
മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് എ ഗുഡ് കൺസ്യൂംഡ്. അഡീഷണൽ യൂണിറ്റിന്റെ കൺസംഷൻ, അതിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി, അതിനെയാണ് എന്ത്? മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഗുഡ് എക്സ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് പറയുന്നത്? ആസ് ദി എമൗണ്ട് ഓഫ് ഗുഡ് എക്സ് ഇൻക്രീസസ്, നിങ്ങൾ ഗുഡ് എക്സിനെ കൂടുതൽ കൂടുതൽ കൺസ്യൂം ചെയ്ത് പോകുമ്പോൾ ദ മാർജിനൽ യൂട്ടിലിറ്റി ദാറ്റ് യു ഗെറ്റ് ഡിക്രീസസ്. ഓരോ അഡീഷണൽ യൂണിറ്റ് നിങ്ങൾ കൺസ്യൂം ചെയ്യുമ്പോൾ കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇതിനെ നമുക്ക് മാത്തമാറ്റിക്കലിയും നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോ യൂട്ടിലിറ്റി ഫംഗ്ഷൻ, ടോട്ടൽ യൂട്ടിലിറ്റി ഫംഗ്ഷനെ യു ആണ് കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാർജിനൽ യൂട്ടിലിറ്റി എന്തായിരിക്കും? ഡെറിവേറ്റീവ് ആയിരിക്കും, അതിന്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയിരിക്കും. അപ്പോ ഡി യു ബൈ ഡി എക്സ്, ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി. ഇഫ് ടോട്ടൽ യൂട്ടിലിറ്റി is shown by ux, then marginal utility is represented by mux is equal to dux by dx. And diminishing marginal utility നെ നമുക്ക് അപ്പൊ എങ്ങനെ കാണിക്കാം? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റ് അവിടെ ഉണ്ടായില്ലേ? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പഠിച്ചവരാണ്, അപ്പോൾ നന്നായിട്ട് അറിയാം. നമുക്ക് ഡി സ്ക്വയർ യു എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ, അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ഇസ് ലെസ് ദാൻ 0. ഇതാണ് അതിന്റെ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ. ഈ മാത്തമാറ്റിക്കൽ കണ്ടീഷൻ എന്തിനെയാണ് കാണിക്കുന്നത്? ഈ ഇൻഫ്ലക്ഷൻ പോയിന്റിനെയാണ് കാണിക്കുന്നത്. ഒരു എക്സ്, ഇതാണ് എക്സ്. എക്സ് ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും ഈ ഗ്രാഫ് ഒരു ഇൻഫ്ലക്ഷൻ പോയിന്റിൽ എത്തി താഴത്തോട്ട് വരുന്നു. ഇതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ഇൻ ഇറ്റ്സ് മാത്തമാറ്റിക്കൽ ഫോം. ഇനി ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി, ഇതൊരു ലോ ആണ്. ഇക്വി മാർജിനൽ യൂട്ടിലിറ്റി എന്താണ് പറയുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, കൺസ്യൂമറിന് ഒരു ഗാലക്സി ഓഫ് ഗുഡ്സ് അവൈലബിൾ ആണ്. X1, X2, എക്സെട്ര. ഇതൊക്കെ വളരെ വെറൈറ്റി ഓഫ് ഗുഡ്സ് ആണ്. ലെറ്റ്സ് സേ വി ഹാവ് എൻ ഇൻഡിവിജ്വൽ എ. എ എന്ന് പറഞ്ഞൊരു ഇൻഡിവിജ്വൽ ഉണ്ട്. അയാൾക്ക് ഇത്രയും ഗുഡ്സ് ഉണ്ട് സെലക്ട് ചെയ്യുന്നതിൽ നിന്ന്. ഇതിൽ നിന്ന് ചിലപ്പോൾ അയാൾ ഒരു ബഞ്ച് ഓഫ് ഗുഡ്സ് സെലക്ട് ചെയ്തു. എല്ലാം, ഒരു ലോകത്തുള്ള എല്ലാ സാധനവും അയാൾക്ക്, ഇത് ഗ്ലോബൽ ഗുഡ്സ് ആണെന്ന് വിചാരിച്ചു, ലോകത്തുള്ള എല്ലാ ഗുഡ്സും. ഇതിൽ നിന്ന് അയാൾക്ക് ഒരു ഇൻകവും ഉണ്ട്. ലെറ്റ്സ് സേ ദാറ്റ് ഇൻഡിവിജ്വൽ എന് ഉള്ള ഇൻകത്തിന് ഇക്കണോമിക്സിൽ വൈ അല്ലെങ്കിൽ ഐ അല്ലെങ്കിൽ എം, ഈ 3 ലെറ്റേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇൻകത്തിനെ യൂഷ്വലി ഇക്കണോമിക്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അയാളുടെ കയ്യിലുള്ള ഇൻകം ലെറ്റ്സ് സേ 10,000 രൂപയാണ്. അപ്പൊ ഒരു മാസം അയാൾക്ക് 10,000 രൂപ ചെലവഴിക്കാൻ, കൺസംഷൻ എക്സ്പെൻഡിച്ചർ ചെലവഴിക്കാൻ. ഹലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഒരു മാസം അയാളുടെ കയ്യിൽ 10,000 രൂപയാണ് ചിലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത്. ഈ 10,000 രൂപ വെച്ചിട്ട് ഇയാൾക്ക് ഈ ലോകത്തുള്ള എല്ലാ ഗുഡ്സും മേടിക്കാനോ പറ്റില്ലല്ലോ. എല്ലാ ഗുഡ്സും ഹലോ, ഓക്കെ. അപ്പൊ അയാളുടെ ഇൻകം പരിധിയിൽ നിന്ന് അയാൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു 10 ഗുഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. X1, X2, എക്സെട്ര അപ് ടു X10. ഇനി ഈ 10 ഗുഡ്സിന്റെ തന്നെ എത്ര എമൗണ്ട്, ഓരോന്നിനും വേറെ വേറെ പ്രൈസ് ആയിരിക്കും. X1ന്റെ പ്രൈസ് എന്താണ്? P1. X2ന്റെ പ്രൈസ് P2, എക്സെട്ര അപ് ടു P10. ഈ 10,000 രൂപ ഈ 10 ഗുഡ്സ് മേടിച്ച് അയാൾക്ക് എക്സോസ്റ്റ് ചെയ്യണം. കാരണം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന മോഡലിന്റെ അകത്ത് സേവിങ്സ് ഒന്നുമില്ല. കിട്ടുന്ന പൈസ അയാൾ മൊത്തം എന്തെങ്കിലും സാധനം മേടിച്ച് തീർക്കും. അപ്പോൾ 10,000 രൂപ തീർക്കുക എന്നുള്ളതാണ് അയാളുടെ ലക്ഷ്യം. ഈ 10 ഗുഡ്സ് മേടിച്ച് 10,000 രൂപ തീർക്കും. പക്ഷെ ഓരോ ഗുഡും എത്രയാണ് മേടിക്കാൻ പറ്റുന്നത്? ഇപ്പോ ഇതിന്റെ പ്രൈസ് P10 എന്ന് പറയുന്നത് 100 ആണെന്ന് വിചാരിച്ചോ. ഇത് 100 ആണെന്നുണ്ടെങ്കിൽ X10 ഒരു 100 എണ്ണം മേടിച്ചാൽ മൊത്തം 10,000 തീരും. അപ്പൊ വേണമെങ്കിൽ X10 മാത്രം മേടിച്ച് അയാൾക്ക് ആ പൈസ ചെലവഴിക്കാം. പക്ഷെ X2, X3 ഇതൊക്കെ അയാളിപ്പോ കൺസ്യൂം ചെയ്യാണ്ടിരിക്കും. അപ്പൊ നമ്മൾ എക്കണോമിക്സിൽ യൂഷ്വലി അസ്യൂം ചെയ്യുന്ന 2 കാര്യമുണ്ട്. ഒന്ന്, കൺസ്യൂമർ exhausts his income. അയാൾ മിച്ചമൊന്നും വെക്കുന്നില്ല. 10,000 ഉണ്ടെങ്കിൽ 10,000 അയാൾ സ്പെൻഡ് ചെയ്യും. ദെൻ കൺസ്യൂമർ പ്രിഫേഴ്സ് ഡൈവേഴ്സിറ്റി. ഈ X1, X2, X10 ഇതിന്റെ അകത്ത് ഡിസ്യൂട്ടിലിറ്റി തരുന്ന ഗുഡ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൺസ്യൂം ചെയ്യാൻ അയാൾ പ്രിഫർ ചെയ്യും.
കൂടുതൽ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് ഗുഡ് വേണമെന്നായിരിക്കും കൺസ്യൂമറിന്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കെ ഇതെങ്ങനെയാണ് ഇയാൾ അൾട്ടിമേറ്റ്ലി എമൗണ്ട് ഓഫ് ഈച്ച് ഗുഡ് കൺസ്യൂംഡ് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതിനെ ഗവേൺ ചെയ്യുന്ന ലോ എന്താണ്? ആ ലോ ആണ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ എന്ന് പറഞ്ഞാൽ അയാൾ അവസാനം കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സിന്റെ എമൗണ്ട് ഇങ്ങനെയായിരിക്കും. ഇറ്റ് ഈസ് ഗവേൺ ബൈ ദ ലോ MUX1 by P1 is equal to MUX2 by P2 is equal to etc. up to MUX10 by P10. ഇതാണ് മാത്തമാറ്റിക്കൽ ഫോം ഓഫ് ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി. എന്താണ് ഇത് പറയുന്നത്? ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്, കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടീഷൻ ആണ്, ജനറൽ ഇക്വിലിബ്രിയം അല്ല, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ കണ്ടീഷൻ ആണ് ഇത്. ഒരു കൺസ്യൂമർ X1 എത്രയാണ് കൺസ്യൂം ചെയ്യുന്നത്? ഹി വിൽ കൺസ്യൂം X1, X2 and X3 up to the point where the utility, marginal utility from each additional unit spent on that good is equal across all the goods. എഴുതാൻ ഞാൻ, the consumer allocates his income ഇൻകത്തിനെ നമുക്ക് എം എന്ന് എടുക്കാം, അല്ലെ വൈ, ഐ, ഏത് സിമ്പിൾ വെച്ച് നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇൻകം amongst the n goods such that the marginal utility derived from the last unit spent on each good is equal. എന്താണ് ഇതിന്റെ അർത്ഥം? ഓരോ ഗുഡിൽ അയാൾ അവസാനം ചെലവഴിക്കുന്ന മണിയുടെ അതിൽ നിന്ന് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അയാൾക്ക് സെയിം ആയിരിക്കണം. ഉദാഹരണത്തിന് ഗുഡ്സിന്റെ യൂട്ടിലിറ്റി എല്ലാം സെയിം ആയിരിക്കണം എന്നല്ല, ഡിഫറൻസ് ഉണ്ട്. ഗുഡ്സിന്റെ ഒക്കെ യൂട്ടിലിറ്റി സെയിം ആകുന്നിടം വരെ അയാൾ കൺസ്യൂം ചെയ്യും എന്നല്ല ഇതിന്റെ അർത്ഥം. ഓരോ ഗുഡിലും അയാൾ പൈസ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിൽ അവസാനം സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടിൽ നിന്ന്, ആ പൈസയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന മാർജിനൽ യൂട്ടിലിറ്റി അക്രോസ് ഓൾ ദ ഗുഡ്സ് ഈക്വൽ ആകുന്നിടം വരെ അയാൾ കൺസ്യൂം ചെയ്യും. ഈ ഒരു പ്രോപ്പർട്ടിയാണ് കൺസ്യൂമറിനെ നയിക്കുന്നത്. സോ കൺസ്യൂമർ വിൽ അലക്കേറ്റ് ഹിസ് ഇൻകം 10,000 among these 10 goods such that the marginal utility that he gets from spending his money on each of these goods is equal for all the goods. ഇതാണ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി കണ്ടീഷൻ എന്ന് പറയുന്നത്. Okay, going back to the slides. So marginal utility, the additional utility gained from consuming one or more units of a good, അതിനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Then the law of diminishing marginal utility, അതിന് നമ്മൾ മാത്തമാറ്റിക്കൽ ഫോമിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. എങ്ങനെയാണ്? ഇഫ് ടോട്ടൽ യൂട്ടിലിറ്റി is UX, marginal utility is the derivative of that UX. നമ്മൾ പിന്നെ UX യൂട്ടിലിറ്റി ഫംഗ്ഷന്റെ മാത്തമാറ്റിക്കൽ ഫോം നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും എങ്ങനെയാണ് മാർജിനൽ യൂട്ടിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. യൂട്ടിലിറ്റി ഫംഗ്ഷൻ അറിയാമെങ്കിൽ വെറുതെ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. ആൻഡ് ആ മാർജിനൽ യൂട്ടിലിറ്റി എങ്ങനെയായിരിക്കും? അതിന്റെ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് വിൽ ബി ലെസ് ദാൻ 0. ആൻഡ് ദിസ് ഷോസ് ദി ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ദെൻ ദ ലോ ഓഫ് ഇക്വിമാർജിനൽ യൂട്ടിലിറ്റി എന്താണ് പറയുന്നത്? കൺസ്യൂമേഴ്സ് അലക്കേറ്റ് ദെയർ ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇൻകം അല്ലെ എൻഡൗമെന്റ്, ഇങ്ങനെ പല വാക്കുകൾ ഇക്കണോമിക്സിൽ യൂസ് ചെയ്യും. Their budget such that the marginal utility per unit of money spent is equal across all the goods. അപ്പൊ നിങ്ങൾ ഇതിൽ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ MUX/P1 ഇത് എന്തിനെയാണ് തീരുമാനിക്കുന്നത്? X1, X2, X10 എത്ര എമൗണ്ട് കൺസ്യൂമർ ആ ഗുഡിനെ കൺസ്യൂം ചെയ്യും എന്നുള്ളതാണല്ലോ. ഇക്വിലിബ്രിയത്തിൽ, കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ അയാളുടെ ഇൻകം ഓരോ ഗുഡിലും എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, അതെന്തിനെയാണ് ആക്ച്വലി കാണിക്കുന്നത്? ഡിമാൻഡ് ഫോർ എ ഗുഡ്. ഇവിടെ X1, X2, X10 എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി അയാൾ എത്ര ഡിമാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ. ഇപ്പോ X1ന്റെ 10 യൂണിറ്റ്, X1 10, X2 20, X10 എക്സെട്ര അപ് ടു Xn 30. ഈ 10, 20, 30 എന്നുള്ള ആ ഫിഗറിനെ ഗവേൺ ചെയ്യുന്ന ലോ ഇതാണ്. ആൻഡ് ആ ഫിഗേഴ്സ് ദെംസെൽസ് ആർ ദി ഡിമാൻഡഡ് എമൗണ്ട്.
അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. കാരണം ഇതിന്റെ കോൺസിക്വൻസിലേക്ക് പോകുമ്പോൾ നമ്മൾ പിന്നീട് ഡിമാൻഡ് തിയറിയിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിളും കൂടിയാണിത്. ഇതാണ് ഇംപ്ലിക്കേഷൻസ് ഓഫ് കൺസ്യൂമർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഈ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇംപ്ലിക്കേഷൻസ് ആണ് കിട്ടുന്നത്? There are 3 implications: the law of demand, substitution effect, and optimal resource allocation. Optimal resource allocation എന്താണ്? ഗോസൻസ് തേർഡ് ലോ. ബേസിക്കലി ഗോസൻ ലോന്റെ തന്നെയാണ് മാർജിനലിസ്റ്റുകൾ ഒന്നുകൂടെ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണത് ഇംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു കണ്ടീഷനിൽ നിന്ന് നമുക്ക് ജനറലി ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം: MUX/PX = MUY by PY. ഇതാണ് ജനറൽ കണ്ടീഷൻ. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ ജനറൽ കണ്ടീഷൻ ഇതാണ്. ഈ കണ്ടീഷനിൽ നിന്ന് നമുക്ക് ഡിമാൻഡ് കർവ് ഡിറൈവ് ചെയ്യാം. എങ്ങനെയാണ്? സോ ഫസ്റ്റ് ഇംപ്ലിക്കേഷൻസ്. ആദ്യത്തെ ഇംപ്ലിക്കേഷൻ ആണ്, ഉദാഹരണത്തിന് പ്രൈസ് ഓഫ് ഗുഡ് എക്സ് കൂടി എന്ന് വിചാരിച്ചോ. അപ്പോ MUX/PX എന്ത് പറ്റും? Can anybody respond? When PX increases, what happens to MUX/PX? It declines, right? നമ്മൾ ഓൾറെഡി പറഞ്ഞു MUX/PX എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രോക്സി ഫോർ ഡിമാൻഡ്. ഒരു X1 എത്ര കൺസ്യൂം ചെയ്യപ്പെടും എന്ന് തീരുമാനിക്കുന്ന ലോ ഇതാണല്ലോ. അപ്പോ MUX/PX കുറയും എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്ത് പറയാം? ഡിമാൻഡ് ഫോർ എക്സ് അത് കുറയുന്നു. അപ്പോ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഓഫ് ഗുഡ് എക്സ് കുറയുന്നു. അല്ലെ മാത്തമാറ്റിക്കലി ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് ഇസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദി പ്രൈസ് ഓഫ് ഗുഡ് എക്സ് എന്ന് നമുക്ക് പറയാം. ഇതിനെയാണ് ഇക്കണോമിക്സിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡ്. ലോ ഓഫ് ഡിമാൻഡ് ഫോളോ ചെയ്യാത്ത ഗുഡ്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഡിമാൻഡ് ഒക്കെ നമ്മൾ പിന്നീട് ഒരു ലെക്ചറിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ അതിന്റെ ബേസിക്സ്. എങ്ങനെ നമുക്കൊരു ലോജിക്കൽ ഫ്ലോ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എങ്ങനെ യൂട്ടിലിറ്റി തിയറിയിൽ നിന്ന് മാർജിനൽ യൂട്ടിലിറ്റി തിയറിയിലേക്ക് വന്നു. മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിനെ ഡിഫൈൻ ചെയ്തു. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിന്റെ കോൺസിക്വൻസ് ആയിട്ടാണ് ലോ ഓഫ് ഡിമാൻഡ് വരുന്നത്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ ഗുഡും ഡിമാൻഡും തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് ആ ഗ്രാഫിന്റെ ലോജിക്ക് മനസ്സിലാക്കുന്നു തോന്നുന്നു. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഡിമാൻഡ് സപ്ലൈ ഗ്രാഫ് ഇല്ലേ? എമൗണ്ട് ഓഫ് ഗുഡ് ഇവിടെയും പ്രൈസ് ഓഫ് ഗുഡിനെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡ് കർവ് എങ്ങനെ വരും? ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണ്. അതെന്തുകൊണ്ടാണ്? ഒരു ഗുഡിന്റെ ഹൈ പ്രൈസ് ആയിരിക്കുമ്പോൾ 100 രൂപയായിരിക്കുമ്പോൾ എന്താണ്? അയാളത് ഇത്രയുമേ ആ ഗുഡ് ഡിമാൻഡ് ചെയ്യുള്ളൂ. പക്ഷെ ആ ഗുഡിന്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലും ഇത് 50 രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അയാൾ X2 എമൗണ്ട് വേർ X2 ഇസ് ഗ്രേറ്റർ ദാൻ X1 ഇത്രയും അഡീഷണൽ കൺസംഷൻ അയാൾക്ക് വരും. ഇതിനെയാണ് ഡിമാൻഡ് കർവ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്. ഇതിനെയാണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. സോ ലോ ഓഫ് ഡിമാൻഡ് ഇസ് എ കോൺസിക്വൻസ് ഓഫ് ദിസ് വൺ, കൺസ്യൂമർ ഇക്വിലിബ്രിയം തിയറി. രണ്ടാമത്തെ കോൺസിക്വൻസ് എന്താണ്? രണ്ടാമത്തെ കോൺസിക്വൻസ് ഇസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ്. സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്താണ്? വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഇതിൽ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. MUX/PX = MUY/PY. ഓക്കെ, അപ്പോ PX പ്രൈസ് ഓഫ് ഗുഡ് എക്സ് കൂടി എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റുന്നു? ഡിമാൻഡ് ഫോർ ഗുഡ് എക്സ് കുറയുന്നു. നിങ്ങൾ ഗുഡ് എക്സ് കൺസ്യൂം ചെയ്യുന്നതിന്റെ എമൗണ്ട് കുറയുന്നു. പക്ഷെ ഇപ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്താ? 10,000 രൂപ തന്നെയുണ്ട്. നമ്മൾ ആ രണ്ട് കണ്ടീഷൻ പറഞ്ഞായിരുന്നു, രണ്ട് അസംഷൻ. ഒന്ന്, കൺസ്യൂമർ 10,000 രൂപ ഫുള്ള് സ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ് അതിൽ ഒരു കണ്ടീഷൻ. അപ്പൊ ഫുള്ള് സ്പെൻഡ് ചെയ്യുന്നു, പക്ഷെ എക്സ് കൺസ്യൂം ചെയ്ത് കുറയുന്നു. അത് നടക്കണമെന്ന് അപ്പോ എക്സ് കുറവ് കൺസ്യൂം ചെയ്യുകയും എന്നാൽ ഇത് ഫുള്ള് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റുന്നു? ഡിമാൻഡ് ഫോർ ഗുഡ് വൈ ഇൻക്രീസ് ചെയ്തേ പറ്റുള്ളൂ. സോ പ്രൈസ് ഓഫ് ഗുഡ് എക്സ് കൂടി കഴിയുമ്പോഴത്തേക്കും, അല്ലെ ഒരു ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഒരു ഗുഡ് എക്സ്പെൻസീവ് ആയി കഴിഞ്ഞാൽ അതിൽ നിന്ന് കൺസ്യൂമർ മറ്റൊരു ഗുഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂഷൻ അവിടെ നടക്കുന്നു. ഇതിനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് കണ്ടീഷൻ എന്താണ്? തേർഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് എഫിഷ്യൻസി കണ്ടീഷൻ ആണ്. വാട്ട് ഡസ് ഇറ്റ് സേ? ഒപ്റ്റിമൽ റിസോഴ്സ് അലൊക്കേഷൻ, എഫിഷ്യന്റ് അലൊക്കേഷൻ ഓഫ് ഇൻകം ടു അച്ചീവ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. മാക്സിമം സാറ്റിസ്ഫാക്ഷൻ അലൊക്കേറ്റ് ചെയ്യാൻ ഈ
കൺസ്യൂമർ ഇക്വിലിബ്രിയം കോൺസെപ്റ്റ് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ അവിടെ എഫിഷ്യന്റ് അലൊക്കേഷൻ ആണ് നടക്കുന്നത്. ഇതിന് നമ്മൾ വേറൊരു പേര് പറയും. എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഗോസൻസ് തേർഡ് ലോ. ഓക്കെ, ഇത് മൂന്നുമാണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം തിയറിയുടെ 3 ഇംപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് ഓൾറെഡി ടൈം ആകാറായി. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം ഇന്നത്തെ ക്ലാസ്. ഇത് ഇൻട്രഡക്ടറി ക്ലാസ് ആണല്ലോ. സോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് എന്താണ്? ആദ്യമേ ബെന്താം യൂട്ടിലിറ്റീനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്താണ് യൂട്ടിലിറ്റി എന്ന് പറയുന്നു? യൂട്ടിലിറ്റിയിൽ നിന്ന് മാർജിനലിസ്റ്റുകളുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? അവർ മാർജിനൽ യൂട്ടിലിറ്റി എന്ന കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കൺസ്യൂമർ ഇക്വിലിബ്രിയം ഡിഫൈൻ ചെയ്യുന്നു. കൺസ്യൂമർ ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമുക്ക് ലോ ഓഫ് ഡിമാൻഡ് കിട്ടുന്നു. ആൻഡ് അതിന്റെ ബേസിസിലാണ് നമ്മൾ ഇനി ഡിമാൻഡിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ പോകുന്നത്. ഈ ലോജിക്കൽ സീക്വൻസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി ഈ ബെന്താം ഇൻട്രൊഡ്യൂസ് ചെയ്ത ബെന്താം ഒരു കോൺസെപ്റ്റ് പറഞ്ഞു, നമ്മൾ പഠിച്ചതാണ് അല്ലേ? യൂട്ടിൽസ് എന്ന യൂണിറ്റ് വെച്ചിട്ട് യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റും എന്നാണ് ബെന്താം പറഞ്ഞത്. ഇതിനെ എന്താണ് നമ്മൾ ഈ കോൺസെപ്റ്റിന് പറയുന്ന പേര് എന്താണ്? കാർഡിനാലിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. കാർഡിനാലിറ്റിയിൽ വിശ്വസിച്ചിരുന്ന ഇക്കണോമിക് സ്കൂൾ എന്ന് പറയുന്ന പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റേറിയൻ അപ്രോച്ച് എന്നുള്ളത്. എന്ന് വെച്ചാൽ യൂട്ടിലിറ്റീനെ മെഷർ ചെയ്യാൻ പറ്റും എന്ന് വിശ്വസിച്ചിരുന്ന സ്കൂളാണ്. അവരുടെ അസംഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ദ മെഷറബിലിറ്റി ഓഫ് യൂട്ടിലിറ്റി. കാർഡിനാലിറ്റി അത്രയേ ഉള്ളൂ. യൂട്ടിലിറ്റി ക്യാൻ ബി മെഷർഡ് ഇൻ നമ്പർ. നിങ്ങൾക്ക് ആപ്പിളിൽ നിന്ന് കിട്ടുന്ന യൂട്ടിലിറ്റി 10ഉം ഓറഞ്ചിൽ നിന്ന് കിട്ടുന്നതിന് 20 ആണെന്നും പറയാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഓറഞ്ചിനെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നു, കാരണം അതിൽ നിന്ന് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നു. ദെൻ there is differences in യൂട്ടിലിറ്റിയുടെ ഡിഫറൻസസും നമുക്ക് നമ്പേഴ്സ് ആഡ് ചെയ്യുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് അതിന് മീനിങ് ഉണ്ടാകുന്നു എന്നതുപോലെ തന്നെ യൂട്ടിലിറ്റിയുടെ ഡിഫറൻസസും മീനിങ് ഫുൾ ആണ് എന്ന് ഇവർ വിശ്വസിച്ചിരുന്നു. ഇവരുടെ ഫ്രെയിം വർക്കിന് അതൊരു അസംഷൻ ആയിരുന്നു. ദെൻ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, അത് മാർജിനിസ്റ്റ് സ്കൂളിൽ നിന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി സ്കൂൾ അറൈസ് ചെയ്തത്. അതുകൊണ്ട് അവരുടെ അസംഷൻസ് ഇവരും കടം കൊണ്ടു. ഇവരും ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ വിശ്വസിച്ചിരുന്നവരാണ്. ഇത് MCQ ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുണ്ട്. കാർഡിനൽ ആൻഡ് യൂട്ടിലിറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഡിഡ് ദ കാർഡിനലിസ്റ്റ് ഡിഡ് നോട്ട് ബിലീവ് ഇൻ ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി കോൺസെപ്റ്റ് എന്നൊക്കെ പറയുന്നത് ഫോൾസ് ആണ്. Then they believed in the additivity of utility. ഉദാഹരണത്തിന് അഡിറ്റിവിറ്റി ഓഫ് യൂട്ടിലിറ്റിനെ നമുക്ക് ഇങ്ങനെ പറയാം. നമ്മൾ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. ഒരു ഈ 2 ഗുഡാണ് കൺസ്യൂം ചെയ്യണമെന്ന് വിചാരിച്ചോ. യൂട്ടിലിറ്റി ഫ്രം ആപ്പിൾ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ UA ആൻഡ് യൂട്ടിലിറ്റി ഫ്രം ഓറഞ്ച് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ UO. അങ്ങനെയാണെങ്കിൽ കൺസ്യൂമറിന് കിട്ടുന്ന ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ആപ്പിളിന്റെ യൂട്ടിലിറ്റി പ്ലസ് ഓറഞ്ചിന്റെ യൂട്ടിലിറ്റി. ഇതിനെയാണ് അഡിറ്റിവിറ്റി ഓഫ് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അഡിറ്റിവിറ്റി ഓഫ് യൂട്ടിലിറ്റി. ഇപ്പൊ ഉദാഹരണത്തിന് ആപ്പിളിന്റെ യൂട്ടിലിറ്റി 10ഉം ഇതിന്റെ 20ഉം ആണെന്നുണ്ടെങ്കിൽ കൺസ്യൂമറുടെ ടോട്ടൽ യൂട്ടിലിറ്റി ഏതായിരിക്കും? 30 യൂട്ടിൽസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. ദെൻ കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി. ബാക്കി എല്ലാത്തിന്റെ ജനറലി ഗുഡ്സ് ഫോളോ ചെയ്യുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു മാർജിനൽ യൂട്ടിലിറ്റി ഗുഡ്സിന്റെ ഡിമിനിഷ് ചെയ്യുന്നു. അതിന് ഒരു എക്സെപ്ഷൻ ആണ് ഉള്ളത് തിയറിക്കകത്ത് തന്നെ. പ്രാക്ടിക്കൽ ലൈഫിൽ കുറെ എക്സെപ്ഷൻ ഉണ്ടെങ്കിലും മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആണ് എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. കാരണം എന്താണ്? എല്ലാത്തിനെയും അളക്കുന്നത് മണി വെച്ചിട്ടാണ്. അതിന്റെ തന്നെ യൂട്ടിലിറ്റി കുറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് പോയിന്റ് ഇല്ലാണ്ടായി പോകും, ഒരു ബെഞ്ച് മാർക്ക് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ടാണ് മണിയുടെ മാർജിനൽ യൂട്ടിലിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വെച്ചത്. Money is assumed to have a constant marginal utility so that the consumer behavior can be analyzed independently of wealth effects. This simplifies demand analysis but is later challenged by income effects in the Slutsky decomposition. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും ഡീകമ്പോസിഷൻ ഇഫക്റ്റും ഒക്കെ പഠിക്കുമ്പോൾ അത് നമുക്ക് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇനി വളരെ ക്വിക്ലി ലിമിറ്റേഷൻസ് ഓഫ് കാർഡിനൽ സ്കൂളും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഒന്ന്, ഓബ്വിയസ്ലി യൂട്ടിലിറ്റി കനോട്ട് ബി മെഷർഡ് കാർഡിനലി. നിങ്ങൾക്ക് പഴം കഴിക്കുമ്പോൾ അതിൽ നിന്ന് 20 യൂട്ടിൽസ് ആണ് കിട്ടുന്നതെന്ന് പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇതിനെങ്ങനെ മെഷർ ചെയ്യുന്നു? അതിന് യൂട്ടിലിറ്റി മീറ്റർ വല്ല ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇത് പ്യുവർലി ഒരു ഇമാജിനേറ്റീവ് കോൺസെപ്റ്റ് മാത്രമാണ്. ഇങ്ങനെയല്ല, ആക്ച്വലി കൺസ്യൂമേഴ്സ് അതിനൊരു വാല്യൂ അസൈൻ ചെയ്യുകയല്ല, പക്ഷേ കൺസ്യൂമേഴ്സ് പ്രിഫറൻസസ് റാങ്ക് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഒരാൾക്ക് എനിക്ക് ആപ്പിളിനെ ഓറഞ്ചിനേക്കാളും ഇഷ്ടമാണ്,
ഓറഞ്ചിനെ പൈനാപ്പിളിനെക്കാളും ഇഷ്ടമാണ്. അങ്ങനെ ഒരു റാങ്കിങ് ഉണ്ടാക്കാം, ഒരു ക്രൊണോളജിക്കൽ റാങ്കിങ് ഉണ്ടാക്കാം. അല്ലാണ്ട് അതിന് ഓരോന്നിനും ആർബിട്രറി വാല്യൂസ് അസൈൻ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് രണ്ട് കൺസ്യൂമേഴ്സിനെ തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു കോമൺ വാല്യൂ ജഡ്ജ്മെന്റ്സ് അതിലേക്ക് നൽകാൻ സാധിക്കുകയില്ല. So modern psychology and behavioral economics reject the idea of absolute measurability. Then diminishing marginal utility assumption is not universal. The law of diminishing marginal utility does not always hold for all the goods. ഇത് നമ്മൾ പിന്നീട് ഡിമാൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. Another limitation is that it fails to consider relative utility. അതുകൊണ്ട് റിലേറ്റീവ് യൂട്ടിലിറ്റിനെ ഓർഡിനൽ അപ്രോച്ച് ആണ് ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദെൻ ദി അസംഷൻ ഓഫ് കോൺസ്റ്റന്റ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഈസ് അൺറിയലിസ്റ്റിക്. എന്തുകൊണ്ടാണ്? ഇൻകം റൈസ് ചെയ്യുമ്പോൾ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ആക്ച്വലി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ അസംഷൻ അൺറിയലിസ്റ്റിക് ആണ്. ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ഗുഡ്സ് ഓർ ഇൻഫീരിയർ ഗുഡ്സ്. ഇതൊക്കെ എന്താണെന്ന് നമുക്ക് ഡിമാൻഡ് പഠിക്കുമ്പോൾ ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ദെൻ ഇറ്റ് ഫെയിൽസ് ടു അഡ്രസ് ഇന്റർഡിപെൻഡന്റ് യൂട്ടിലിറ്റി ആൻഡ് ബിഹേവിയറൽ ഇക്കണോമിക്സ്. ബിഹേവിയറൽ ഇക്കണോമിക്സിൽ ഒരുപാട് കൺസ്യൂമർ സൈക്കോളജി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറെ അഡ്വാൻസ്മെന്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ തിയറി ഇതിനെ നെഗേറ്റ് ചെയ്യുന്നതാണ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ ഒരു എക്കണോമിക്സ് എന്താണെന്നും മൈക്രോ എക്കണോമിക്സ് എന്താണെന്നും ഒരു ബ്രോഡ് ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടി എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, എങ്ങനെയാണ് മൈക്രോ എക്കണോമിക്സ് ഇവോൾവ് ചെയ്ത് അതിന്റെ എവല്യൂഷൻ ഓഫ് യൂട്ടിലിറ്റി തിയറി, അതിന്റെ ടൈം ലൈനിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. മാക്രോയും മൈക്രോയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഞാൻ നിങ്ങളെ എങ്ങനെ യൂട്ടിലിറ്റി തിയറിയിൽ നിന്ന് നമ്മൾ ഡിമാൻഡിലേക്ക് പോകുന്നു, ഡിമാൻഡിന്റെ ബേസിസിൽ നമ്മൾ കൺസ്യൂമർ തിയറി മൊത്തത്തിൽ ഫോർമുലേറ്റ് ചെയ്യുന്നു, പിന്നെ പ്രൊഡക്ഷൻ തിയറി, അതും പിന്നെ മാർക്കറ്റ്, ഇതിന്റെയൊക്കെ ഇന്റർപ്ലേ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എന്റെ വിശ്വാസം. ഞാനൊരു വർക്ക്ഷീറ്റ്, ഒരു 15 ക്വസ്റ്റ്യൻസ് ഉള്ള വർക്ക്ഷീറ്റ്, ഇന്നത്തെ ടോപ്പിക്സ് കവർ ചെയ്ത ടോപ്പിക്സ് മാത്രം ബന്ധമുള്ള ഒരു വർക്ക്ഷീറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ്. MCQs മാത്രമാണ് അതിലുള്ളത്. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് ചോദിക്കാം.